നമസ്കാരം. PM ശ്രീ വിഷയത്തിൽ CPM ജനറൽ സെക്രട്ടറി MA ബേബിയുടെ അനുനയ നീക്കവും പാളി. അനുനയത്തിന്റെ ഭാഗമായി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തെ MA ബേബി ഫോണിൽ വിളിച്ചെങ്കിലും CPI വഴങ്ങിയില്ല. PM ശ്രീ ധാരണാപത്രം ഒപ്പിട്ട നടപടിയിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കില്ല എന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് CPI. നവംബർ 4-നും ഇക്കാര്യത്തിൽ തീരുമാനമായില്ലെങ്കിൽ മന്ത്രിമാർ രാജിവെക്കും. ധാരണാപത്രം റദ്ദാക്കാൻ കഴിയില്ല എന്ന നിലപാടിൽ തന്നെയാണ് CPM ഉള്ളത്. ഈ പ്രതിസന്ധി എങ്ങനെ ഭരണ മുന്നണി മറികടക്കും? ഈ ചർച്ചയിൽ ശ്രീ ജേക്കബ് ജോർജ്, മുതിർന്ന മാധ്യമപ്രവർത്തകൻ, ഡോക്ടർ മോഹൻ വർഗീസ്, രാഷ്ട്രീയ നിരീക്ഷകൻ, ശ്രീ ജിൻഡോ ജോൺ, കോൺഗ്രസ്, ശ്രീ വി മനുപ്രസാദ്, BJP എന്നിവർ. ആദ്യം ശ്രീ ജേക്കബ് ജോർജ്. ഒരു വലിയ പ്രതിസന്ധിയാണ് LDF-ൽ ഉരുണ്ടുകൂടിയിരിക്കുന്നത്. ഇന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി മുൻകൈയെടുത്ത് CPI-യുമായി ചർച്ച നടത്തി. പക്ഷേ കാര്യമുണ്ടായില്ല. ധാരണാപത്രം റദ്ദാക്കുന്നത് കാണിച്ച് കേന്ദ്ര സർക്കാരിന്, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് കത്തയക്കണം. ആ സ്റ്റെപ്പ് എടുത്താൽ ഞങ്ങൾക്ക് ഓക്കെ, അല്ലെങ്കിൽ ഈ നിലപാടിൽ നിന്ന് കടുകിട പിന്നോട്ടില്ല എന്ന നിലപാടിലാണ് CPI. ഈ വിഷയം എങ്ങോട്ട് പുരോഗമിക്കും? CPI-എമ്മിന് അങ്ങനെ ഒരു വിട്ടുവീഴ്ചയ്ക്ക് സാധ്യമാകുമോ? CPM-നെ ഇനി അതിൽ നിന്ന് പിന്നോട്ട് പോകാൻ പറ്റില്ല. CPI-ക്ക് അവരുടെ നിലപാടിൽ നിന്നും പിന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ പിന്നെ എന്ത്? രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തമ്മിൽ ആശയപരമായ ഒരു സാഹചര്യത്തിൽ, പശ്ചാത്തലത്തിൽ ഏറ്റുമുട്ടുമ്പോൾ ഉണ്ടാകാവുന്ന അനിവാര്യമായ റിസൾട്ട് എന്ന് പറയുന്നത് പൊട്ടിത്തെറിയാണ്. പക്ഷേ ഇവിടെ ഒരു പൊട്ടിത്തെറി പ്രതീക്ഷിക്കേണ്ട അഭിലാഷ്. ഞാനൊരു സിമ്പിൾ ചോദ്യം, ലഘുവായ ചോദ്യം ചോദിക്കാം. CPI എങ്ങോട്ട് പോകും? അല്ല, CPI-ക്ക് ഇടത് മുന്നണി വിടാൻ പ്ലാനില്ല. CPI എക്സ്ട്രീം സ്റ്റെപ്പ് എന്നുള്ള നിലയിൽ പരമാവധി മന്ത്രിമാരെ രാജിവെപ്പിച്ച് LDF-ൽ തുടരും. LDF-ൽ തുടരാം, അങ്ങനെ നല്ലതാണ്. 4 മന്ത്രിമാർ. അങ്ങനെയാണെങ്കിൽ തന്നെ CPI-ക്ക് ഒരു മുന്നണിയിൽ ഞങ്ങൾ ചേരുന്നില്ല. പണ്ടൊക്കെ പറയുമായിരുന്നു, CPM പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസിന് ഗവൺമെൻറ് ഉണ്ടാക്കട്ടെ, ഞങ്ങൾ മാറി നിൽക്കാം, പുറത്തുനിന്ന് പിന്തുണ നൽകാമെന്നൊക്കെ. പക്ഷേ ഇവിടെ അങ്ങനെ പറ്റില്ല. ഇതെനിക്ക് തോന്നുന്നു എവിടെയെങ്കിലും കൊണ്ട് കിട്ടും. ആരെങ്കിലും മുൻകൈയെടുത്ത് ഒരു ഒത്തുതീർപ്പുണ്ടാക്കും, യാതൊരു സംശയമില്ല. CPI-ക്ക് ഇതിൻ്റെ അപ്പുറത്തേക്ക് കാര്യങ്ങൾ മുറുക്കി കെട്ടാൻ കഴിയില്ല എന്ന് തന്നെയാണ് എൻ്റെ പക്ഷേ. പഴയ കാലത്തൊക്കെ ഇപ്പോൾ CPI-എമ്മിൻ്റെയും CPI-യുടെയും ദേശീയ നേതൃത്വങ്ങൾക്ക് വലിയ പ്രാമുഖ്യം ഉണ്ടായിരുന്നു. അന്ന് AB ബർദനും സുർജിത്തും ഒരു ചർച്ച നടത്തിയാൽ തീരുമായിരുന്നു, അതല്ലെങ്കിൽ അവിടെ ഒരു ഫോർമുല ഉണ്ടാവുമായിരുന്നു. ഇന്ന് നോക്കൂ, ഇപ്പോൾ MA ബേബി തന്നെയും അറിഞ്ഞിട്ടില്ല, CPM-ന്റെ ജനറൽ സെക്രട്ടറി തന്നെയും ഈ കാര്യത്തിൽ നയപരമായ ഒരു തീരുമാനം കേരളത്തിലെ ഗവൺമെന്റ് എടുത്തത് അറിഞ്ഞിട്ടില്ല എന്ന ഒന്നാമത്തെ വിഷയം. 2, CPI-യെ സംബന്ധിച്ചും ഇപ്പോൾ D രാജയുടെയും അതുപോലെ തന്നെ CPI കേന്ദ്ര നേതൃത്വത്തിന്റെ നിലപാട്, സംസ്ഥാന ഘടകം എന്ത് നിലപാടും എടുത്തോട്ടെ, അതിന് പിന്തുണ എന്നുള്ളതാണ്, വിട്ടുവീഴ്ച വേണ്ട എന്ന് അവരും പറയുന്നു. അപ്പോൾ ദേശീയ തലത്തിൽ ചർച്ച നടത്താനോ സമവായം ഉണ്ടാക്കാനോ ഉള്ള സ്കോപ്പ് പഴയതുപോലെ ഇപ്പോഴില്ല. കേരള ഘടകങ്ങളാണ് 2 പാർട്ടിയും സംബന്ധിച്ച പ്രധാനപ്പെട്ട ഘടകങ്ങൾ. അല്ല, ഭരണത്തിലിരിക്കുന്നു എന്നതുകൊണ്ടാണ് CPI-യും CPM-ഉം പ്രധാന ഘടകങ്ങളാകുന്നത്. ഈ കേരളത്തിലെ ഭരണമില്ലെങ്കിൽ CPI-യും CPM-ഉം ഭരണമില്ലാത്ത അനേകം പാർട്ടികൾ ഒന്നായിട്ട് മാറുകയാണ്. അതാണ് അതിനകത്തെ അഭിലാഷ, അതിനകത്ത് രാഷ്ട്രീയം അതാണ്. ദേശീയ തലത്തിൽ BJP-യോടൊപ്പം പിടിച്ചു നിൽക്കാൻ, BJP-യുടെ മുഖത്തോട് മുഖം നോക്കി നിൽക്കാൻ തക്ക ശക്തി, കരുത്ത്, രാഷ്ട്രീയ ശേഷി ഈ 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കും ഇന്നില്ല. പണ്ടത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതായിരുന്നില്ലല്ലോ, പണ്ടത്തെ CPM-ഉം CPI അതായിരുന്നില്ലല്ലോ. ആ ശക്തി പോയിരിക്കുന്നു. ആ ശക്തി പോയിരിക്കുന്ന സാഹചര്യത്തിൽ അത്ര കണ്ട് ബലം പിടിക്കാനുള്ള ബലം CPI-ക്കുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. എനിക്ക് തോന്നുന്നു ഇത് ഒത്തുതീർപ്പാക്കേണ്ടത് CPM-നേക്കാൾ ആവശ്യം CPI-ക്കാണ്. ശ്രീ ജേക്കബ് ജോർജ്, മണിക്കൂറുകൾ മാത്രമാണ്. നാളെയാണ് മന്ത്രിസഭാ യോഗം ചേരേണ്ടത്. രാവിലെ മന്ത്രിസഭാ യോഗം ചേരുന്നില്ല, 3:30-ആക്കി വൈകുന്നേരത്തേക്ക് മാറ്റിയിരിക്കുന്നു മന്ത്രിസഭാ യോഗം. അത് സമയം കിട്ടാനായിരിക്കുമല്ലോ, ടൈം ബൈങ് എന്ന് നമുക്ക് വിചാരിക്കാം. ഇന്ന് ഇപ്പോൾ നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് സംഭവിക്കുന്ന ഒരു കാര്യം, അടിയന്തരമായി തിരുവനന്തപുരത്തേക്ക് വരാൻ CPI-എം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററോട് ആവശ്യപ്പെട്ടിരിക്കുന്നു മുഖ്യമന്ത്രി തന്നെ. അതനുസരിച്ച് അദ്ദേഹം നാളെ തളിപ്പറമ്പ് മണ്ഡലത്തിലെ പരിപാടികൾ ക്യാൻസൽ ചെയ്ത് തിരുവനന്തപുരത്തേക്ക് എത്തുകയാണ്. അതായത് 3:30 മുമ്പ്, ക്യാബിനറ്റ് ചേരുന്നതിന് മുൻപ് സമവായ നീക്കങ്ങൾ നടക്കാൻ പോവുകയാണ്. ഇതൊരു ഓപ്പർച്യൂണിറ്റിയായി CPI കാണുമോ, അതോ കടുംപിടുത്തത്തിൽ തുടരുമോ? എവിടെ ഈ കാര്യത്തിൽ ഒരു സമവായം ഉണ്ടാവുമെന്നാണ് ഞാൻ ഉറ്റുനോക്കുന്നത്. ഞാനും പ്രതീക്ഷിക്കുന്നത് ഇതൊരു സമവായത്തിലേക്ക് നീങ്ങൂ, ഒരു സമവായത്തിലേ ഇത് അവസാനിക്കൂ. കാരണം 2 കൂട്ടർക്കും ഏറ്റുമുട്ടാനുള്ള ശക്തിയില്ല, ഏറ്റുമുട്ടാനുള്ള രാഷ്ട്രീയ സാഹചര്യമല്ല ഇന്ന്. ഒരു കാരണവശാലും ഒരു ഏറ്റുമുട്ടലിലേക്ക് പോകുകയില്ല, തീ കത്തത്തില്ല, ഒരു തീപ്പൊരി പോലും ഉണ്ടാവുകയില്ല. നാളെ അതിനകത്ത് സറണ്ടർ നമ്മളൊക്കെ പറഞ്ഞല്ലോ, CPI കീഴടങ്ങി, മാതൃഭൂമിയൊക്കെ 1-ാം പേജ് വാർത്ത കൊടുക്കും, CPI കീഴടങ്ങി എന്നൊക്കെ കൊടുക്കും. അല്ല, ഇരുകൂട്ടരും ഓരോ പടി താഴേക്ക് ഇറങ്ങുക എന്നുള്ളതല്ലേ വഴി. ഇറങ്ങിക്കോട്ടെ. അത് ഒത്തുതീർപ്പിന് എൻ്റെ അഭിലാഷേ
നമ്മൾ ഈ മേശപ്പുറത്തിരുന്ന് വർത്തമാനം പറഞ്ഞാൽ, ഒരു മേശപ്പുറത്തിരുന്ന് കാര്യങ്ങൾ പറയാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും ഇതൊക്കെ വഴങ്ങും. ഒരു മേശപ്പുറത്ത് സമവായ ചിന്തയോടുകൂടി ഇരുന്ന് വർത്തമാനം പറയാനുള്ള അന്തരീക്ഷം ഉണ്ടാവണം. ആ അന്തരീക്ഷം ഉണ്ടാക്കേണ്ടത് ഈ രണ്ട് പാർട്ടികളുടെയും നേതാക്കളാണ്. CPI ഇച്ചിരി പരിധി വിട്ടു പോയി, പക്ഷേ എവിടെ പോയാലും CPIക്ക് തിരിച്ചു വന്നേ പറ്റൂ. കാരണം രാഷ്ട്രീയമായ നിലനിൽപ്പാണ് പ്രശ്നം. ആ നിലനിൽപ്പിന് വേണ്ടി CPIക്ക് മടങ്ങി വന്നേലേ പറ്റൂ. അതെപ്പോൾ എവിടെ വരെ എന്നുള്ളത് നാളെ അറിയാം. ശരി, ശ്രീ മനുപ്രസാദ്, കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള ഒരു എഗ്രിമെന്റ് ആണ് ഈ PM ശ്രീ പദ്ധതിയിൽ വേണ്ടത്. കേന്ദ്ര സർക്കാർ 60% പണം മുടക്കുമ്പോൾ സംസ്ഥാന സർക്കാർ 40% പണം മുടക്കുന്നു. ഞാൻ മനസ്സിലാക്കിയത് CPIക്ക് കിട്ടിയ നിയമോപദേശം അനുസരിച്ച് കേരളം ഞങ്ങൾ ഒപ്പിട്ട പദ്ധതിയിൽ നിന്ന് പിൻവാങ്ങുകയാണ്. കാരണം ഇതിന്റെ ഫിനാൻഷ്യൽ ഇംപ്ലിക്കേഷൻ കേരളത്തിന് കൂടി ഉള്ളതാണല്ലോ. കേന്ദ്രത്തിന് ഏകപക്ഷീയമായി പദ്ധതി നടപ്പാക്കാനൊന്നും പറ്റില്ല. വിദ്യാഭ്യാസം കൺകറന്റ് ലിസ്റ്റിലുള്ള വിഷയമാണ്. സമാവർത്തി പട്ടികയിലുള്ള ഒരു വിഷയത്തിൽ കേന്ദ്രത്തിന് മാത്രമായ ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾ മുൻപ് ഒപ്പിട്ട ധാരണാപത്രത്തിൽ നിന്ന് പിൻവാങ്ങുകയാണ്, ഞങ്ങൾ സ്കൂളുകളുടെ ലിസ്റ്റ് തരാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് കേന്ദ്രത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ അത് ആകാശം ഇടിഞ്ഞു വീഴുന്ന കാര്യമൊന്നും ആയിരിക്കില്ലല്ലോ. അത് പക്ഷേ ഈ നാട്ടിലെ ജനങ്ങളോടും വിദ്യാർത്ഥികളോടും ചെയ്യുന്ന ദ്രോഹമായിരിക്കും എന്നുള്ളൊരു സംശയമില്ല. പിന്നെ വേറൊരു കാര്യം, CPIയെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഞങ്ങളോട് പറയാതെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ കാര്യങ്ങൾ CPM ചെയ്തു എന്നുള്ള പ്രശ്നം സാധാരണഗതിയിൽ അങ്ങനെയൊക്കെ അല്ലേ. CPIക്ക് എന്തെങ്കിലും ഒരു വില അതിനകത്ത് CPM കൊടുത്തിട്ടുള്ളതായിട്ട് ജനങ്ങൾക്ക് അറിയില്ല. പക്ഷേ ഈ പ്രശ്നത്തിൽ മാത്രം എന്താണ് ഞങ്ങളെ അറിയിച്ചില്ല എന്നുള്ളൊരു പ്രശ്നം ഉരുത്തിരിഞ്ഞ് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ നാട്ടിൽ അനുകൂലമായ, ഈ നാട്ടിലെ വിദ്യാർത്ഥികൾക്ക് ഗുണകരമായ ഒരു പദ്ധതി നടപ്പിലാക്കുക എന്നുള്ളത് മാത്രമാണ്. അത് ഫെഡറൽ സംവിധാനം എന്ന നിലയിൽ സ്റ്റേറ്റിനും കേന്ദ്രത്തിനുമൊക്കെ ഒരുപോലെ അവകാശപ്പെടാവുന്ന, ഒരുപോലെ പദ്ധതി നടപ്പിലാക്കാൻ പറ്റുന്ന ഒരു സ്വപ്ന പദ്ധതിയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു സ്വപ്ന പദ്ധതിയാണ്. അത് ഇന്ത്യയിലെമ്പാടും നടപ്പിലാക്കി കഴിഞ്ഞു. ഇപ്പോഴത്തെ കണക്ക് പ്രകാരം 12,087 സ്കൂളുകൾ കേരളം ഒപ്പിടുന്നതിന് മുമ്പ് തന്നെ നടപ്പിലാക്കി കഴിഞ്ഞു. ഈ പദ്ധതിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇത് നടപ്പിലാക്കുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതിനെക്കുറിച്ച് പറയാനില്ല. ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയിൽ എന്ത് വിഷയത്തിലാണ് നിങ്ങൾക്ക് പ്രശ്നമുള്ളത് അതിനെക്കുറിച്ച് കാര്യമാത്രമായ ഇടപെടലുകൾ നടത്തുന്നില്ല, ചർച്ച നടത്തുന്നില്ല. BJP സർക്കാർ കൊണ്ടുവരുന്ന ജനക്ഷേമ പദ്ധതിയെ ആയതുകൊണ്ട് എതിർക്കുന്നു എന്നുള്ളതാണ് CPI പറയുന്നത്. അതിലൊരു എതിരഭിപ്രായം ഉള്ളത് മനുപ്രസാദ്, ഇത് ആദ്യത്തെ NEP അല്ല. 1968 NEP ഉണ്ടായിരുന്നു, 1986 NEP ഉണ്ടായിരുന്നു. ഈ NEPയിൽ കേന്ദ്ര സർക്കാർ നിർദ്ദേശിക്കുന്ന കാര്യങ്ങളിൽ അതേപടി എല്ലാ സംസ്ഥാനങ്ങളും കോപ്പി ചെയ്തിട്ടില്ല. ഇവിടെ ഇപ്പോ NEP ഇൻ എൻറ്റയറിറ്റി നടപ്പാക്കണമെന്ന ഒരു നിബന്ധന വരുമ്പോഴാണല്ലോ. അപ്പൊ കേരളം തന്നെ ഓപ്പൺ യൂണിവേഴ്സിറ്റികളെ സംബന്ധിച്ച് 1986 ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയിൽ നിർദ്ദേശം ഉണ്ടായിരുന്നു, അത് പാലിച്ചിട്ടില്ല. തമിഴ്നാട് 1968 1986 മുന്നോട്ട് വെച്ച ഏറ്റവും സുപ്രധാനമായ രണ്ട് നിർദ്ദേശങ്ങൾ, ഒന്ന് ത്രിഭാഷാ പോളിസി 1968 കൊത്താരി കമ്മീഷന് ശേഷം, 1986 നവോദയ വിദ്യാലയങ്ങൾ. ഇത് രണ്ടും തമിഴ്നാട് പാലിച്ചിട്ടില്ല. അതുകൊണ്ട് തമിഴ്നാടിനെ ഫണ്ട് കൊടുക്കാതെ ഇന്ത്യയിൽ നിന്ന് പുറത്താക്കിയിട്ടൊന്നുമില്ല ഇവിടെ ആരും. മുൻപുള്ള സർക്കാരുകൾ ചെയ്യാത്ത വിധത്തിൽ മറ്റ് വിദ്യാഭ്യാസ മേഖലയിൽ കൊടുക്കേണ്ട മറ്റു ഫണ്ടുകളും തടഞ്ഞു വെച്ച് സംസ്ഥാനത്തെ ശ്വാസം മുട്ടിച്ച് പ്രഷർ ചെയ്ത് അഭൂതപൂർവമായ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചത് ഇതാദ്യമായിട്ടാണ്. അതാണ് ഇവിടുത്തെ പ്രശ്നം. അത് വെറുതെ വസ്തുതാ വിരുദ്ധമായ ഒരു കാര്യം. ഏതാണ് അതിൽ വസ്തുതാവിരുദ്ധമായ കാര്യം? ഞാൻ പറയാം. ഏത് ഫണ്ടാണ് കൃത്യമായി കിട്ടേണ്ടത്? PM ശ്രീ ഒപ്പുവെച്ചില്ല എന്ന നിലയിൽ കിട്ടേണ്ട പദ്ധതി തടഞ്ഞു വെച്ച ഏത് ഫണ്ടാ? SSA ഫണ്ട് തന്നിട്ടുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, SSA ഫണ്ട് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് PM ശ്രീയായിട്ട് ബന്ധപ്പെട്ടതല്ലേ? പോഷൻ അഭിയാൻ. ഞാൻ ചോദിക്കട്ടെ, പോഷൻ അഭിയാൻ 6 മാസം മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പ്രാഥമിക വിദ്യാഭ്യാസവും അവരുടെ കാര്യങ്ങളും നടപ്പിലാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പദ്ധതിയുണ്ട്. അത് തടഞ്ഞു വെച്ചിട്ടുണ്ടോ? ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന് പറഞ്ഞിട്ടൊരു പദ്ധതിയുണ്ട് ഈ നാട്ടിൽ, അത് തടഞ്ഞു വെച്ചിട്ടുണ്ടോ? ഇനി NEPയെ കുറിച്ച് തന്നെ പറഞ്ഞാൽ, അങ്ങ് പറയുന്നത് നോക്കിയാൽ, CPI പറയുന്നത് നോക്കിയാൽ, NEP ഓൾറെഡി കേരളത്തിൽ ഇംപ്ലിമെന്റ് ചെയ്ത കാര്യമാണ്. ഹയർ എഡ്യൂക്കേഷൻ മേഖലയിൽ NEP ഇപ്പോൾ നിലവിലുണ്ട്. FIUGP എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമാണ് ഇന്ന് കോളേജുകളിൽ നിലനിൽക്കുന്നത്. അത് സ്വാഭാവികമായിട്ടും നടപ്പിലാക്കി. 2, NEP ഫെഡറൽ സംവിധാനത്തിന് അനുയോജ്യമാണ്. ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള തീരുമാനമെടുക്കാനുള്ള അവകാശം ഓരോ സ്റ്റേറ്റിനും ഉണ്ട് എന്ന നിലയിലാണ് അത് തീരുമാനിച്ചിട്ടുള്ളത്. BJP കൊണ്ടുവരുന്നു എന്നാൽ എതിർത്തേക്കാം എന്ന നിലയിൽ പോകുന്നത് കൊണ്ടാണ് ഈ പ്രശ്നം തന്നെ മുന്നോട്ട് വരുന്നത്. എന്താണ് PM ശ്രീ പറയുന്നത്? PM ശ്രീ അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഒരു ന്യൂ എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസ നയം കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിലെമ്പാടും നവോദയ വിദ്യാലയങ്ങൾ ആരംഭിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇന്ന് നവോദയ വിദ്യാലയങ്ങളിലും കേന്ദ്രീയ വിദ്യാലയങ്ങളിലും PM ശ്രീ നടപ്പിലാക്കി കഴിഞ്ഞു. അവിടെയൊക്കെ അഡ്മിഷന് വേണ്ടി എത്രമാത്രം കുട്ടികളാണ് ഞങ്ങൾ ഉൾപ്പെടെയുള്ളവരെ ബന്ധപ്പെടുന്നതെന്ന് നിങ്ങൾക്കും അറിയാമായിരിക്കും. സ്വാഭാവികമായിട്ടും അത്തരം അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സ്കൂളുകൾ ഇന്ത്യയിലെ എല്ലാ ബ്ലോക്കുകളിലും ഉണ്ടാകണമെന്നുള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ വന്നതാണ്. അത് നടപ്പിലാക്കുന്നതിൽ എന്തെങ്കിലും തെറ്റായൊരു പ്രവണത അടിച്ചേൽപ്പിക്കുന്നില്ല.
അവിടുത്തെ കരിക്കുലം തീരുമാനിക്കുന്നത് സെൻട്രൽ അല്ല, അവിടുത്തെ കാര്യങ്ങൾ നടപ്പിലാക്കുന്നത് സെൻട്രൽ ഗവൺമെൻറ് അല്ല. പ്രാദേശികമായി ഇതെല്ലാം തീരുമാനിക്കാനുള്ള അവകാശം അതാത് പ്രാദേശിക തലത്തിലുണ്ട് എന്നുള്ളതാണ്. 5ാം ക്ലാസ് വരെ നിർബന്ധമായും കുട്ടികളെ മാതൃഭാഷയിൽ അത് പഠിപ്പിക്കണം എന്നുള്ളതാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഹിന്ദി അല്ല. ഈ പാഠ്യപദ്ധതി എന്നുള്ള വിഷയത്തിലേക്ക് വരുന്നതിന് മുൻപ് ഈ സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൺകറന്റ് ലിസ്റ്റിലുള്ള വിഷയമാണല്ലോ വിദ്യാഭ്യാസം. അപ്പോൾ സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് സംസ്ഥാനങ്ങളുടെ സ്റ്റേക്ക് ഉണ്ട്. ഇവിടെ ഇപ്പോൾ സംസ്ഥാനങ്ങളുടെ വിദ്യാലയങ്ങൾ ഒരു സെൻട്രലൈസ് സ്പോൺസേർഡ് സ്കീം വഴി കേന്ദ്രത്തിന്റെ കൂടി പണം കൊണ്ട് യഥാർത്ഥത്തിൽ ടേക്ക് ഓവർ ചെയ്യാൻ സെൻട്രലൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ പ്രതിപക്ഷങ്ങളുടെ ആക്ഷേപം. മുമ്പ് ഇപ്പോൾ നവോദയ വിദ്യാലയങ്ങളൊന്നും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, തമിഴ്നാട് അത് എടുത്തിരുന്നില്ല. അത് പക്ഷേ പുതിയ വിദ്യാലയങ്ങളായിരുന്നു. ഇവിടെ ഇപ്പോൾ സംസ്ഥാനത്തിൻ്റെതായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാലയങ്ങളിൽ കേന്ദ്രം ഒരു തരത്തിൽ ഒരു ബ്ലോക്കിൽ 2 സ്കൂളുകൾ എന്നുള്ള നിലയിൽ ഒരു തരത്തിലുള്ള ടേക്ക് ഓവറാണ്. ഇതിനോട് താല്പര്യമില്ലാത്ത സംസ്ഥാനങ്ങൾ ഉണ്ടാവും, താല്പര്യമുള്ള സംസ്ഥാനങ്ങൾ ഉണ്ടാവും. എന്റെ പ്രശ്നം ഇത്രയേ ഉള്ളൂ, താല്പര്യമില്ലാത്ത സംസ്ഥാനങ്ങളെ മറ്റ് തരത്തിൽ പ്രഷറൈസ് ചെയ്ത് നിങ്ങൾ ഇത് നടപ്പാക്കിയേ പറ്റൂ എന്ന് പറയുമ്പോഴാണ് ഇങ്ങനത്തെ രാഷ്ട്രീയ പ്രതിസന്ധികൾ ഉണ്ടാവുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ഇത് ജനങ്ങൾക്ക് നടപ്പിലാകണമെന്ന ആഗ്രഹമുണ്ട് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം. ഓരോ ബ്ലോക്കിലും അന്തസ്സോടുകൂടി അഭിമാനകരമായി തല ഉയർത്തി നിൽക്കുന്ന എല്ലാ ഇൻഫ്രാസ്ട്രക്ചറുമുള്ള സ്കൂളുകൾ ഉണ്ടാകണമെന്ന ആഗ്രഹം ഞങ്ങൾക്കുണ്ട്. അത് നടപ്പിലാക്കേണ്ട പൂർണ്ണ ഉത്തരവാദിത്വം അതിൻ്റെ മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഫണ്ട് കൊടുക്കുന്ന 60% കേന്ദ്രത്തിൻ്റെതാണ്. ബാക്കി കാര്യങ്ങളെല്ലാം ഓരോ തദ്ദേശ സർക്കാരുകളുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ടാലോ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്തിൽ പോലും രാജസ്ഥാനിൽ ഒപ്പുവെച്ചത് 14,000 സ്കൂളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് തീരുമാനിച്ചിട്ടുള്ളത്. ഏതാണ്ട് 12,000 സ്കൂളുകളും അതിൻ്റെ ഭാഗമായിട്ടുള്ളത്. നമ്മുടെ തന്നെ കേരളത്തിൽ കേന്ദ്രീയ വിദ്യാലയങ്ങളിലും നവോദയ വിദ്യാലയങ്ങളിലും ഇത് ഓൾറെഡി നടപ്പിലായി. ആ സ്കൂളിലേക്ക് കടന്നുപോയാൽ നമുക്ക് പറ്റൂലേ? ഏറ്റവും നല്ല ലേബുകൾ അവിടെ ഉണ്ടാകണം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു തെറ്റായ ഒരു അടിച്ചേൽപ്പിക്കലാവുക? നല്ല വിദ്യാഭ്യാസം കുട്ടികൾക്ക് മാതൃഭാഷയിൽ ഉൾപ്പെടെ കൊടുക്കണമെന്ന് പറയുന്നത് എങ്ങനെയാണ് അടിച്ചേൽപ്പിക്കലാവുക? കുട്ടികളുടെ യൂണിഫോം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പ്രാദേശികമായ ചില കാര്യങ്ങൾ കൂടി നടപ്പിലാക്കി അതിൻ്റെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ സാമൂഹിക അന്തരീക്ഷം ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് അടിച്ചേൽപ്പിക്കലാവുക? അഡൽട്ട് ടിങ്കറിംഗ് ലാബ് പോലുള്ള കാര്യങ്ങൾ ഉണ്ടാവണമെന്ന് പറഞ്ഞാൽ അടിച്ചേൽപ്പിക്കലാവും എങ്ങനെയാവുന്നത്? അതോടൊപ്പം തന്നെ AI പോലുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും മറ്റു സംവിധാനങ്ങളും പഠിക്കുന്ന മിനിമം ധാരണയുള്ള കുട്ടികൾ ആ മേഖലയിൽ നിന്ന് പഠിച്ചു വരണം എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് അടിച്ചേൽപ്പിക്കലാവുക? അപ്പോൾ ഗുണകരമായ പ്രാദേശികമായിട്ടുള്ള പ്രദേശങ്ങളിലും ഗുണകരമായ വിദ്യാഭ്യാസം നടപ്പിലാക്കണമെന്ന് കേന്ദ്ര സർക്കാർ ആഗ്രഹിക്കുന്നു. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സാധ്യതകളും ഒരുക്കി കൊടുക്കുന്നു. 60% ഫണ്ട് ഞങ്ങൾ തന്നെ വഹിച്ചോളാം എന്ന് കൃത്യമായി പറയുന്നു. അതിനൊരു മാർഗരേഖ എന്താണ്? സ്വന്തമായി കെട്ടിടം ഉണ്ടാകണം, സ്വന്തമായി സ്കൂൾ ഉണ്ടാകണം, പരിസ്ഥിതി സൗഹൃദ അന്തരീക്ഷത്തിൽ പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഒരുക്കണം. ഇത്തരം കാര്യങ്ങളുടെ നിബന്ധനകൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് അത് സെലക്ട് ചെയ്യുന്നത്. ഇത് മോണിറ്റർ ചെയ്യുന്നത് ആരാണ്? ഈ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഉൾപ്പെടുന്ന ടീമാണ് ഇത് മോണിറ്റർ ചെയ്യുന്നത്. ഈ വസ്തുതകളെല്ലാം നിലനിൽക്കെ കേവലം അന്ധമായ രാഷ്ട്രീയ വിരോധം മാത്രം വെച്ചുകൊണ്ട് ഇതിനെല്ലാം എതിർക്കുന്നത് ശരിയായ രീതിയല്ല. CPIയുടെ പ്രശ്നം അതല്ല, എതിർത്ത് മാത്രമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ഇടതു പാർട്ടികളും എല്ലാ പുരോഗമനങ്ങൾക്കും മുന്നിൽ എതിർക്കുന്ന സ്വഭാവമുണ്ട് അവർക്ക്. ആ സ്വഭാവത്തിന്റെ തുടർച്ചയെന്നോണമാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. ശരി, ശ്രീ ജിൻഡോ ജോൺ, വളരെ നിർണായകമായ മണിക്കൂറുകളിലേക്ക് കടക്കുകയാണ് കേരള രാഷ്ട്രീയം. നാളെ മന്ത്രിസഭാ യോഗം ബഹിഷ്കരിച്ചാൽ അത് മുമ്പും ചെയ്തിട്ടുണ്ട് എങ്കിൽ പോലും ഈ പ്രതിസന്ധിയെ കൂടുതൽ വഷളാക്കും. എന്ന് മാത്രമല്ല, മന്ത്രിസഭ നയപരമായ തീരുമാനമെടുക്കാൻ മാറ്റിവെച്ച വിഷയത്തിൽ തീരുമാനം എടുത്തത് മന്ത്രിസഭയോട് കൺസൾട്ട് ചെയ്യാതെ മന്ത്രിസഭാ തീരുമാനമില്ലാതെ ഒരു MOU ആയി വന്നത് തെറ്റാണ്, അത് വയലേഷനാണ് എന്ന് ചൂണ്ടിക്കാണിച്ച് CPIയുടെ 4 മന്ത്രിമാർ കത്ത് കൊടുത്തിട്ടുണ്ട്. കൂട്ടുത്തരവാദിത്വം ലംഘിക്കപ്പെടുന്നുവെന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ കാര്യങ്ങൾ നീങ്ങുകയും ചെയ്യും. നാളത്തെ ദിവസം വളരെ നിർണായകമാണ്. UDF എന്ത് നിലപാടെടുക്കും? ഇക്കാര്യത്തിൽ CPI ആണ് ശരി എന്ന അഭിപ്രായം കോൺഗ്രസിനും മറ്റ് UDF ഘടകകക്ഷികൾക്കും ഉണ്ടോ? അല്ല അഭിലാഷേ, ഇതിൽ CPI ആണ് ശരി എന്നുള്ളൊരു അഭിപ്രായമല്ല. CPIയോട് സ്വാഭാവികമായിട്ടും ഈ മന്ത്രിസഭയിലെ ഈ മുന്നണിയിലെ ഒരു രണ്ടാമത്തെ പ്രധാനപ്പെട്ട കക്ഷി, മന്ത്രിസഭയിലെ 4 മന്ത്രിമാരുള്ളൊരു കക്ഷി എന്നുള്ള നിലയ്ക്ക് അവരോട് കാണിച്ചത് മര്യാദകേടാണെന്നുള്ള കാര്യത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. അവരോടല്ലല്ലോ, CPMന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയോട് പോലും കാണിക്കാത്ത മര്യാദ CPI പ്രതീക്ഷിക്കുന്നതിലാണ് ഇവിടെ പ്രശ്നം. ഇവിടെ ഞാൻ ആദ്യമേ ഒരു കാര്യം സൂചിപ്പിക്കാം. ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ കടത്തി വിറ്റ ആളുകൾക്ക് അതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ 6 വർഷക്കാലം അവരെ സംരക്ഷിച്ച് നിർത്തിയതുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഇവിടെ ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ CPI പറയുന്ന പോലെ അവഗണന നേരിട്ടു, അവരെ മനസ്സിലാക്കിയില്ല, അവരോട് മറച്ചു പിടിച്ചു, സംഘപരിവാറിന് മുമ്പിൽ വിധേയത്വത്തോടെ ഇടപെട്ടു എന്നൊക്കെ പറയുമ്പോൾ മുൻപ് ഇത്തരം സാഹചര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ആ സമയത്തൊന്നും
ഇല്ലാത്തൊരു വല്ലാത്ത ബഹളം ഇപ്പോൾ കാണുമ്പോൾ ഒരു ചെറിയ അത്ഭുതമുണ്ട്. അതിൻ്റെ കാരണം ഇത് CPIയും CPMും തമ്മിൽ മറ്റ് രാഷ്ട്രീയ വിഷയങ്ങളിൽ നിന്നുള്ള ശ്രദ്ധ മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു ചക്കളത്തി പോരാട്ടമാണോ എന്നുള്ള സംശയമുണ്ട്. ഇനി അതിനപ്പുറത്ത് ഈ CPIയുടെ മന്ത്രിമാർ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടു നിൽക്കുകയോ 4 മന്ത്രിമാർ രാജിവെക്കുകയോ ചെയ്യുന്നത് കൊണ്ട് ഈ 9.5 വർഷമായ പിണറായി സർക്കാരിൽ നിന്ന് മറ്റെന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകുമെന്ന് നമ്മൾ ആരെങ്കിലും പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? അങ്ങനെ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഈ നാട്ടിലെ സർവ്വസാധാരണക്കാരെയും പരമാവധി കൊള്ളയടിക്കുന്ന രീതിയിലുള്ള സർക്കാർ നയങ്ങളുമായി പോയപ്പോഴൊക്കെ CPI ആ പക്ഷത്തായിരുന്നു. 260 ദിവസത്തോളമായി സമരം ചെയ്യുന്ന ആശാവർക്കർമാരുടെ സമരത്തോടൊപ്പമാണ് CPI. തൊഴിലാളി വർഗ പ്രസ്ഥാനമാണെന്ന് പറഞ്ഞു. പക്ഷേ ആ വിഷയം അഡ്രസ് ചെയ്യാനായിട്ട് അത് പരിഹരിക്കപ്പെടാനായിട്ട് CPI ഒരു ശ്രമം നടത്തുന്നില്ല. സാധാരണ നിലയിൽ ഒരു സർക്കാരിനെ, പ്രത്യേകിച്ച് ഒരു തെരഞ്ഞെടുപ്പ് വർഷത്തിൽ സർക്കാരിൽ നിന്ന് പ്രബല ഘടക കക്ഷി രാജിവെച്ച് പുറത്തു വന്നാൽ അത് പ്രതിപക്ഷത്തിന് വലിയ അഡ്വാൻറ്റേജ് ആണ് ഉണ്ടാക്കുക. വലിയ തരത്തിലുള്ള ഒരു അസ്ഥിരത ഭരണമുന്നണിയിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ജനങ്ങളോട് പറയാൻ കഴിയും. അത് സർക്കാരിന് ഡിസഡ്വാൻറ്റേജും പ്രതിപക്ഷത്തിന് അഡ്വാൻറ്റേജുമാണ് ഉണ്ടാക്കുക. അത് തിരിച്ചറിഞ്ഞുള്ള ശ്രമങ്ങളോ നീക്കങ്ങളോ നിലപാടുകളോ കോൺഗ്രസിൽ നിന്നും UDFിൽ നിന്നും ഉണ്ടാവുന്നില്ലേ? CPIയെ എരികേറ്റി കൊടുക്കേണ്ട സമയത്ത് നിങ്ങൾ CPIയെ വിമർശിക്കുകയാണോ? ഞങ്ങൾ CPI എരികേറ്റി കൊടുക്കേണ്ട കാര്യമില്ല അഭിലാഷായി. കഴിഞ്ഞ 9.5 കൊല്ലമായി അധികാരത്തിന് പുറത്തിരിക്കുന്ന കോൺഗ്രസ് UDF ഞങ്ങളുടെ ചെറുപ്പക്കാർ തല പൊട്ടിയൊലിച്ച് പോലീസിന്റെ അടികൊണ്ട് ജയിലിൽ നിറച്ച് സമരം ചെയ്യപ്പോൾ ഞങ്ങൾ ഉയർത്തിയ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളോടൊപ്പം ഒരിക്കൽ പോലും അവരുണ്ടായിരുന്നില്ല. അവരന്ന് പിണറായി വിജയന്റെ തോൾ ചേർന്ന് നിന്ന് ഇതെല്ലാം അനുഭവിക്കുകയും അതിന്റെ പങ്കുപറ്റുകയും ചെയ്യായിരുന്നു. ഇനി അവർ മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ച് മുന്നണിയിൽ നിന്ന് പുറത്തു വരികയാണെങ്കിൽ അപ്പോൾ ആ രാഷ്ട്രീയം പരിശോധിക്കേണ്ട കാര്യമുള്ളൂ. നിലവിൽ അവർ ആ മുന്നണിയിൽ നിൽക്കുക തന്നെ ചെയ്യുന്നു. പിണറായി വിജയനെ പിന്തുണച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്ക് അനുകൂലമായിട്ട് നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് അതിൽ വലിയ അത്തരത്തിലുള്ള ഒരു എരികേറ്റി കൊടുക്കേണ്ട രാഷ്ട്രീയ സാഹചര്യം ഇല്ല. മാത്രമല്ല, എലപ്പുള്ളിയിലെ മദ്യ കമ്പനിക്ക് ക്രമവിരുദ്ധമായിട്ടുള്ള പിന്തുണ കൊടുത്തു അല്ലെങ്കിൽ അതിനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു എന്നുള്ള വിവാദം വന്നപ്പോൾ ഈ MN സ്മാരകത്തിലേക്കാണ് പിണറായി വിജയൻ പങ്കെടുത്തത്. LDF യോഗത്തിന് പിണറായി വിജയൻ AKG സെന്ററിൽ പോയാലും MN സ്മാരകത്തിൽ പോയാലും CPI പിണറായി വിജയൻ പറയുന്നിടത്ത് ചുരുണ്ടുകൂടി നിൽക്കുമെന്നുള്ള സാഹചര്യം നമുക്കറിയാം. ADGP MR അജിത് കുമാറിന്റെ കാര്യമായാലും തൃശ്ശൂർ പൂരം കളിക്ക് സുരേഷ് ഗോപിയെ ജയിപ്പിച്ച കാര്യമായാലും എല്ലാ വിഷയത്തിലും അവസാനം CPI സെറ്റിൽ ചെയ്യും. അപ്പൊ ഇവരുടെ ഈ ചക്കളത്തി പോരാട്ടത്തിന്റെ പുറകെ നമ്മൾ പോയി കേരളത്തിലെ മറ്റ് രാഷ്ട്രീയ വിഷയങ്ങളുടെ ശ്രദ്ധ പോകാതിരിക്കാനുള്ള രാഷ്ട്രീയ ശ്രദ്ധ കൂടി നമ്മൾ പുലർത്തേണ്ടതുണ്ട്. ശരി, ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ മോഹൻ വർഗീസ്, വളരെ നിർണായകമായ മണിക്കൂറുകളാണ് കടന്നു പോകുന്നത്. CPI പിന്മാറിയാലും CPI LDFിൽ നിന്ന് മാറിയാലും LDF സർക്കാർ വീഴുകയൊന്നുമില്ല, അത് വേറെ വിഷയം. പക്ഷേ 1980 മുതൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അവിഭാജ്യ ഘടകമായ CPI രാജിവെച്ച് മന്ത്രിസഭയിൽ നിന്ന് മാറി നിന്നാൽ അതിന്റെ പൊളിറ്റിക്കൽ ഇംപ്ലിക്കേഷൻസ് വളരെ വലുതാണ്. ആ ഘട്ടത്തിലേക്ക് എത്തിയിട്ടില്ല, പക്ഷേ അതിന്റെ ഒരു പൂർവ്വഘട്ടം എന്ന് പറയാവുന്ന വിധത്തിൽ മന്ത്രിസഭ ബഹിഷ്കരിക്കാൻ CPI തീരുമാനിക്കുന്നു. നാളെ വൈകുന്നേരം ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ CPI പങ്കെടുക്കാതിരുന്നാൽ ഈ വിഷയം പരിഹരിക്കാനുള്ള അവസാനത്തെ വാതിലും അടയുകയല്ലേ? അവസാനത്തെ വാതിൽ അടഞ്ഞു എന്ന് പറയാനാവില്ല ശ്രീ അഭിലാഷ്. ഇവിടെ ഘട്ടം ഘട്ടമായിട്ടാണ് CPIയുടെ പ്രതിഷേധം ഉണ്ടാകുന്നത്. അത് ആദ്യ ലെവൽ എന്ന രീതിയിൽ മന്ത്രിസഭയിൽ നിന്നും തൽക്കാലത്തേക്ക് ഒരു മന്ത്രിസഭാ യോഗത്തിൽ നിന്നും CPIയുടെ പ്രതിനിധികളായ 4 മന്ത്രിമാർ വിട്ടുനിൽക്കുന്നു. അത് മുൻകാലത്ത് വിട്ടുനിന്നിട്ടുണ്ട്. ഇതേ സർക്കാരിന് തന്നെ കഴിഞ്ഞ സർക്കാരിന്റെ പിണറായി വിജയന്റെ മുൻ സർക്കാരിന്റെ കാലത്ത് തോമസ് ചാണ്ടി മന്ത്രിസഭയിൽ തുടരുന്നതിനോട് വിയോജിച്ചുകൊണ്ട് ഒരിക്കൽ ഈ 4 മന്ത്രിമാരും അന്നത്തെ 4 മന്ത്രിമാരും വിട്ടുനിന്ന ഒരു ചരിത്രമുണ്ട്. അതൊരു പ്രതിഷേധത്തിന്റെ ആദ്യ രൂപമാണ്. അതാണ് നാളെ സംഭവിക്കാനിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും സംഭവിച്ചിരിക്കും. പക്ഷെ അത് കഴിഞ്ഞോ? ശരി, ഒരു മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടു അത് കഴിഞ്ഞ എന്നിട്ട് ആ പ്രശ്നം പരിഹരിക്കാതെ അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ പോകാൻ പറ്റുമോ? ഒരു വാശിക്ക് അങ്ങോട്ട് ചാടിയാൽ 2 വാശിക്ക് തിരിച്ച് മുകളിലോട്ട് ചാടാൻ പറ്റും. അവിടെയാണ് അടുത്ത ലാൻഡ് മാർക്ക് എന്ന് പറയുന്നത്. ഈ 4-ാം തീയതി, നവംബർ മാസം 4-ാം തീയതി കൂടുന്ന കമ്മിറ്റി, CPIയുടെ സ്റ്റേറ്റ് കൗൺസിൽ മീറ്റിംഗ്. ആ സ്റ്റേറ്റ് കൗൺസിൽ മീറ്റിംഗിന് മുൻപായി, അതാണ് അൾട്ടിമേറ്റം കൊടുത്തിരിക്കുന്നത് CPIയുടെ ഭാഗത്ത് നിന്ന് CPMന് കൊടുത്തിരിക്കുന്ന അൾട്ടിമേറ്റം. ആ വാക്ക് ഞാൻ ഉപയോഗിക്കുകയാണ്, അൾട്ടിമേറ്റം. 4-ാം തീയതിക്ക് മുമ്പ് വ്യക്തമായ ചില ഉറപ്പുകൾ, പിന്മാറും എന്ന ഉറപ്പ് ഒരുപക്ഷെ ലഭിക്കില്ലായിരിക്കാം. ആ പിന്മാറുന്നതിന് പകരം ചില ഉറപ്പുകൾ, നിബന്ധനകൾ പാലിക്കില്ല എന്നതിന്റെ കൃത്യമായ കാര്യങ്ങൾ അത് CPIയെ ബോധ്യപ്പെടുത്താൻ CPMന് കഴിയും എങ്കിൽ
ഒരുപക്ഷെ 4-ാം തീയതി പ്രശ്നപരിഹാരത്തിന്റെ ആദ്യ ഘട്ടമാകും. 5-ാം തീയതി അത് വലിയ സമ്മർദ്ദതന്ത്രമാണ്. 4-ാം തീയതി എന്ന് പറയുന്നത് നവംബർ മാസം 5-ാം തീയതിയാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം വരേണ്ടത്. ഈ ആഴ്ചയൊക്കെ, ഈ അടുത്ത് വരുന്ന ആഴ്ചയൊക്കെ തന്നെ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട്, അധികാര പങ്കിടലുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഗ്രാസ് റൂട്ട് ലെവലിലുള്ള എല്ലാ ചർച്ചകളും നടക്കേണ്ട ഈ സമയത്ത് ഈ പ്രതിസന്ധി മൂർച്ഛിപ്പിക്കാൻ CPM ഒരിക്കലും ആഗ്രഹിക്കില്ല. അതേസമയം CPIയെ സംബന്ധിച്ചിടത്തോളം വിലപേശലിനുള്ള സാമാന്യം നല്ല അന്തരീക്ഷമുണ്ട്. ഈ വിലപേശലിന്റെ അടിസ്ഥാനം പ്രത്യയശാസ്ത്രപരമായ, ഇടത് സൈദ്ധാന്തിക പ്രത്യയശാസ്ത്രപരമായ നൈർമല്യം റെപ്രസെന്റ് ചെയ്യുന്നത് ഇന്ന് മുൻകാലങ്ങളിൽ വലതുപക്ഷ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന ആരോപണവും പരിഹാസവും കേട്ട തങ്ങളാണ് ബോധിപ്പിക്കാൻ കഴിയും എന്നൊരു വിഷയമുണ്ട്. ഇപ്പൊ നോക്കൂ, കാർഷിക സർവകലാശാലയുടെ പ്രോ ചാൻസലർ എന്ന് പറയുന്നത് കൃഷി മന്ത്രിയാണ്, അതായത് P. പ്രസാദാണ്. അവിടെയാണ് ഈ പറഞ്ഞ NEP അതിന്റെ എല്ലാ രൂപത്തിലും നടപ്പാക്കുന്നത്. അവിടുത്തെ V. അശോക് എന്ന വൈസ് ചാൻസലർ നടപ്പാക്കുന്ന കാര്യത്തിൽ പ്രോ ചാൻസലർക്ക് എന്തെങ്കിലും ഉത്തരവുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള റോൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവിടെ നോക്കൂ, ഈ പറഞ്ഞ NEP വിഭാവനം ചെയ്യുന്ന മറ്റ് സർവകലാശാലകൾ നടപ്പാക്കാത്ത പരിപാടി തുടങ്ങിയിട്ട് 1-ാം വർഷ വിദ്യാർത്ഥികൾക്ക് ദീക്ഷാ സ്വീകരണ പരിപാടി, അതുപോലെ പാരമ്പര്യ പ്രകൃതിദത്ത കൃഷി രീതിയിലേക്കുള്ള അത് പഠിപ്പിക്കുന്ന ഏർപ്പാട് തുടങ്ങി എന്താണോ NEP വിഭാവനം ചെയ്യുന്നത് അതെല്ലാം CPIയുടെ ചുമതലയിലുള്ള, അല്ലെങ്കിൽ CPI മന്ത്രി നയിക്കുന്ന സർവകലാശാലയിൽ നടക്കുമ്പോൾ ബാക്കി ഒരിടത്തും കാവ്യവൽക്കരണം പറ്റില്ല എന്നൊക്കെ നിലപാടെടുത്തത് ഫലിപ്പിക്കാൻ CPIക്ക് കഴിയോ? അത് ന്യായമായ ഒരു സംശയമാണ്. ഇവിടെ നോക്കൂ, കൃഷി മാതിരിയല്ല വിദ്യാഭ്യാസം, ആരോഗ്യം പോലെ അല്ല വിദ്യാഭ്യാസം. അതുകൊണ്ട് ഭക്ഷ്യവിതരണ വകുപ്പ് CPIയുടെയാണ്, ആരോഗ്യം CPMന്റേതാണ്. കൃഷി തീർച്ചയായും പരമ്പരാഗതമായി തന്നെ CPIയുടെ മന്ത്രിമാർ ഭരിച്ചിരുന്ന വകുപ്പാണ്. ഇവിടെയൊക്കെ ഉണ്ടാകുന്ന കാവ്യവൽക്കരണം, അല്ലെ വിതിൻ കോട്സ് കാവ്യവൽക്കരണം സംഭവിച്ചാൽ അതൊരു സാങ്കേതികമായ ഒരു കാര്യം മാത്രമാണ്, കാര്യമായ ഒന്നും സംഭവിക്കാനില്ല. പക്ഷെ പാഠ്യപദ്ധതിയുടെ പരിഷ്കരണം ഉൾപ്പെടെ, വ്യതിയാനങ്ങൾ ഉൾപ്പെടെ, കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയെ കുറിച്ചാണ്, തൃശ്ശൂരിലെ കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അതിന്റെ പ്രോ ചാൻസലർ കൃഷി മന്ത്രിയാണല്ലോ. അതെ, ഇവിടെ കേന്ദ്ര നയങ്ങൾ സ്വീകരിക്കാവുന്ന നയങ്ങൾ സ്വീകരിക്കാനും തിരസ്കരിക്കാനും സാധിക്കുക എന്നതാണല്ലോ ഔചിത്യബോധം. അത് ഇടതുപക്ഷ പാർട്ടികളാണ് എന്നതുകൊണ്ട് മാത്രം കേന്ദ്രം ഭരിക്കുന്ന BJPയുടെ നയങ്ങൾ പൂർണ്ണമായി തള്ളിക്കളയണമെന്നില്ലല്ലോ. BJPയുടെ നയങ്ങൾ സ്വീകരിക്കാനാവുന്ന കാര്യങ്ങൾ, BJPയുടെ നയം എന്നുള്ള കേന്ദ്ര സർക്കാർ നയങ്ങൾ, ഒരു ഫെഡറൽ സംവിധാനത്തിന്റെ ഒരു സാമാന്യ മര്യാദ എന്ന് പറയുന്നതാണത്. ഇവിടെ ഫിസ്ക്കൽ ഫെഡറലിസം ഒരു വലിയ തർക്ക വിഷയമായി വന്നിരിക്കുന്നു. കണ്ടീഷനിലാണ് ഇപ്പോൾ PM-ശ്രീ പദ്ധതി എന്തുകൊണ്ട് വിവാദമായി. അഗ്രികൾച്ചറിന്റെ കാര്യത്തിലുള്ള സഹകരണം കേന്ദ്രത്തിന്റെ ഫണ്ടുകൾ വാങ്ങിച്ചില്ലേ, CPIയുടെ മന്ത്രിമാർ വാങ്ങിച്ചില്ലേ എന്ന് ചോദിച്ചാൽ വാങ്ങിച്ചു. CPIയുടെ മറ്റു വകുപ്പുകളിലും ഇങ്ങനെ കേന്ദ്ര ഫണ്ട് പ്രയോജനപ്പെടുത്തി, ശരിയാണ്. പക്ഷെ ഇക്കാര്യത്തിൽ ഇവിടെ ഇടതുപക്ഷ മുന്നണിയുടെ ഒരു വ്യക്തമായ ഒരു നിലപാട് ഇവിടെ ഇല്ല എന്നോർക്കണം. അതുപോലെ CPM-ന്റെയോ CPIയുടെയോ ഈ പാർട്ടി കോൺഗ്രസിന്റെ വ്യക്തമായ നയരേഖകൾ അനുസരിച്ച് കേന്ദ്ര വിദ്യാഭ്യാസ നയത്തെ അംഗീകരിക്കുന്നില്ല. തീർച്ചയായിട്ടും കേന്ദ്ര വിദ്യാഭ്യാസ നയത്തെ അംഗീകരിക്കുന്നില്ല രണ്ട് ഇടത് പാർട്ടികളും. അത് പക്ഷേ എങ്ങനെ ഈ പുതിയ PM-ശ്രീയുമായി ബന്ധപ്പെട്ട് അത് വിശദീകരിക്കപ്പെടുമെന്നുള്ളത് കൗതുകകരമായ കാര്യമാണ്. ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ ജേക്കബ് ജോർജ്, നാളത്തെ ദിവസം വളരെ നിർണായകമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇവിടെ ശ്രീ മോഹൻ വർഗീസ് പറഞ്ഞതുപോലെ അടുത്ത ആഴ്ച തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം വരികയാണ്. ഡിസംബർ മാസം പുതിയ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടന്ന പുതിയ ഭരണസമിതികൾ അധികാരത്തിലെത്താൻ പോവുകയാണ്. ഇനി വളരെ വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. CPIക്ക് ഈ നിലപാട് എത്ര ദിവസം തുടരാൻ കഴിയും എന്ന ഒന്നാമത്തെ വിഷയം. ഇപ്പോൾ CPI ഈ മുന്നണി വിട്ടാൽ അടുത്ത മുന്നണി എന്ന അവസ്ഥയിൽ നിൽക്കുന്ന പാർട്ടിയല്ല. കാരണം അപ്പുറത്തെ മുന്നണിയിൽ അക്കോമഡേഷൻ എന്നുള്ളത് വളരെ പരിമിതമായിരിക്കും. കോൺഗ്രസ് അക്കോമഡേറ്റ് ചെയ്തേക്കാം, പക്ഷേ കിട്ടുന്ന സീറ്റുകളുടെയും സ്ഥാനങ്ങളുടെ എണ്ണം വളരെ വളരെ പരിമിതമായിരിക്കും. എന്ന് മാത്രമല്ല CPIക്ക് അത് ആത്മഹത്യാപരമാകാനാണ് സാധ്യത. CPM-മായി ഫൈറ്റ് ചെയ്തുകൊണ്ട് ഈ മുന്നണിയിൽ തുടർന്നാലും രണ്ടു കൂട്ടർക്കും CPM-നും CPIക്കും അത് ഗുണകരമാകാൻ ഇടയില്ല താനും. അപ്പോ എങ്ങനെയും 5-ാം തീയതിക്ക് മുമ്പ് ഈ പ്രശ്നം തീർക്കുക എന്നുള്ളത് CPIയുടെ കൂടെ ആവശ്യമല്ലേ? അതാണ് ഈ ഇന്നത്തെ സാഹചര്യത്തിൽ ഈ ഡെഡ് ലോക്ക് മാറ്റേണ്ടത് CPM-നേക്കാൾ ഇടതുപക്ഷത്തെക്കാൾ ആവശ്യം CPIക്ക് തന്നെയാണ്, യാതൊരു സംശയമില്ല. കാരണം CPIയുടെ നിലനിൽപ്പ് നോക്കണം. 1965 തെരഞ്ഞെടുപ്പ് അറിയാമല്ലോ, CPIക്ക് കിട്ടിയത് 3 സീറ്റാണ്. അന്ന് മുതൽ ഒരു കുഞ്ഞനീനായിട്ട് നിൽക്കുകയാണ് ഇടതുമുന്നണിയിൽ. അന്ന് വലിയേട്ടനായതാണ് CPM. കുറച്ച് സീറ്റും കൂടെ CPM EMS ഉൾപ്പെടെ വിളിച്ചതാ, ബാ നമുക്ക് മുന്നണി നിൽക്കാം. CPI സമ്മതിച്ചില്ല. ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റും, ഒറ്റയ്ക്ക് നിന്ന് വലിയ നേട്ടം നേടാൻ പറ്റുമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഒറ്റയ്ക്ക് നിന്നത്. പക്ഷേ 3 സീറ്റ്, 133 സീറ്റിൽ 3 സീറ്റേ കിട്ടിയുള്ളൂ.
അത് പിന്നെ ഇന്ന് വരെയും CPI ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പാർട്ടിയായിട്ട് നിൽക്കുക. ഇവിടെ നിന്ന് ഘടകകക്ഷികളുടെ കൂട്ടത്തിൽ രണ്ടാമത്തെ സ്ഥാനമാണ് ഇടതുപക്ഷ മുന്നണിയിൽ. CPIക്ക് രണ്ടാമത്തെ സ്ഥാനം. ഐക്യജനാധിപത്യ മുന്നണി പോയാൽ ജിൻഡോ ജോസഫേ അവിടെ കൊടുക്കുവോ? രണ്ടാം സ്ഥാനം എന്നല്ല, മൂന്നാം സ്ഥാനം കൊടുക്കുവോ? അവിടെ PJ ജോസഫ് നിൽപ്പുണ്ട് ഇന്നത്തെ സാഹചര്യത്തിൽ. അപ്പോൾ എത്ര സീറ്റ് കൊടുക്കും? ആര് കൊടുക്കും സീറ്റ്? കോൺഗ്രസ്സുകാർ ഒറ്റ സീറ്റ് കൊടുക്കുമോ? മുസ്ലിം ലീഗ് ഒറ്റ സീറ്റ് കൊടുക്കുമോ? മത്സരിക്കാൻ തന്നെ കൂടുതൽ സീറ്റ് വേണമെന്നാണ് അവരുടെ ആവശ്യം. ഓരോ പാർട്ടികളും കോൺഗ്രസും ആവശ്യപ്പെടും, കേരള കോൺഗ്രസും ആവശ്യപ്പെടും, ജോസഫ് ഗ്രൂപ്പും ആവശ്യപ്പെടും കൂടുതൽ സീറ്റ് വേണം മത്സരിക്കാൻ. അവർക്കൊക്കെ മേഖലകളുണ്ട്, അവർക്കൊക്കെ നിശ്ചയിക്കപ്പെട്ട കോട്ടയുണ്ട്. ആ കോട്ടയ്ക്ക് അപ്പുറത്തേക്ക് ഒരു സീറ്റ് അവരുടെ കയ്യിൽ നിന്ന് കൊടുക്കാനുണ്ടാവില്ല, ഒരൊറ്റ പാർട്ടിക്കും ഉണ്ടാവില്ല. RSP ഒക്കെ നിൽക്കുന്നു പുറമ്പോക്കിൽ, CMP നിൽക്കുന്നു, ഒരു സീറ്റെങ്കിലും. അത് CP ജോൺ പറയുന്നുണ്ടല്ലോ, ജയിക്കുന്ന സീറ്റ് വേണമെന്നാണ്. ജയിക്കുന്ന സീറ്റ് തിരഞ്ഞെടുപ്പിച്ച് ഞങ്ങൾ പറയും അവിടെ എനിക്ക് തന്നോണം എന്നാണ് CP ജോൺ പറയുന്നത്. ന്യായമായ ആവശ്യം കൂടിയാണ് കേട്ടോ. ഇനിയിപ്പോൾ CPIക്ക് 5-ാം തീയതിയെങ്കിൽ 5-ാം തീയതി, അതിന് മുമ്പ് ഒത്തുതീർപ്പുണ്ടാക്കണം. അതിന് മോഹൻ വർഗീസ് പറഞ്ഞ ആ ഒരു ഫോർമുല ഉണ്ടല്ലോ, ഞങ്ങൾ ഉറപ്പ് തരും, CPM ഉറപ്പ് തരും എന്നൊരു വാക്ക് പറഞ്ഞാൽ, നമ്മളത് കയറി പറയല്ല, അത് പറഞ്ഞാൽ അങ്ങനെ ഒരു രീതിയിലേക്ക് ഇവർക്കൊരു ഒത്തുതീർപ്പിന് പോകാം. അല്ല, ആ ഉറപ്പ് മുഖ്യമന്ത്രി 1 മണിക്കൂർ നേരം ബിനോയ് വിശ്വവുമായി സംസാരിച്ചു. 2 കാര്യങ്ങൾ മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചു. LDF ഇത് ചർച്ച ചെയ്യും, അപ്പോൾ ഇതിന്റെ എല്ലാ വിശദാംശങ്ങളും അതിൽ വരും. രണ്ടാമത്തേത് ഒരു ഉപസമിതിയെ വെക്കും, മന്ത്രിസഭാ ഉപസമിതിയെ വെക്കും. ഈ 2 കാര്യങ്ങൾ. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇംപ്ലിമെന്റേഷൻ ഫ്രീസ് ചെയ്യാം, താൽക്കാലികമായിട്ടെങ്കിലും നടപടിക്രമങ്ങളിലേക്ക് കടക്കുന്നത് ഫ്രീസ് ചെയ്യാം. ഒരു സമവായം ഉണ്ടായതിനു ശേഷം മാത്രം മുന്നോട്ട് പോക്കുക എന്ന ഐഡിയ CPIയോട് പറഞ്ഞാണ്. പക്ഷേ CPIക്ക് ഒരൊറ്റ ആവശ്യമേ ഉള്ളൂ, ധാരണാപത്രം റദ്ദാക്കണം. ഞങ്ങൾ ഈ ധാരണാപത്രം റദ്ദാക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പിന് കത്തയക്കണം. ഈ ഒരൊറ്റ ആവശ്യത്തിൽ നിൽക്കുകയാണ്. ഈ ആവശ്യത്തിൽ നിന്ന് അവർക്ക് വേണമെങ്കിൽ ഇന്നലെ പിന്മാറാമായിരുന്നു. ഇത് 2 ദിവസം ചർച്ച കഴിഞ്ഞിട്ട് അതിൽ നിന്ന് പിന്മാറിയിട്ടാണ് പിന്നെ നിങ്ങൾ പറയുന്നത് കേൾക്കാമെന്ന് പറയുമ്പോൾ CPIക്ക് അവരുടെ അണികളെയും മറ്റ് അനുയായികളെയും ഒക്കെ വിശ്വസിപ്പിക്കണ്ടേ? CPIക്ക് മുഖം നഷ്ടപ്പെടാതെ കേരള രാഷ്ട്രീയത്തിൽ പിടിച്ചു നിൽക്കണം, ഇടതുമുന്നണിയിൽ തന്നെ നിൽക്കണം. അതിനുള്ള സൊല്യൂഷൻ എന്താണ്, സാധ്യതകൾ എന്താണ്, വഴികൾ എന്താണ്? തീർച്ചയായിട്ടും അതേക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ നടക്കുമായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ. പക്ഷേ എനിക്ക് തോന്നുന്നത് CPIക്ക് ഈ മുന്നണിയിൽ തുടരുകയല്ലാതെ വേറെ വഴിയില്ല. അങ്ങനെയെങ്കിൽ ഏത് വഴിക്കാണ് അവർ തിരിച്ച് ഒരു ഒത്തുതീർപ്പിന് സമ്മതിക്കുക? അതാണ് പ്രധാനപ്പെട്ട ചോദ്യം. CPM എന്ന വെള്ളിയേട്ടൻ്റെ മുമ്പിൽ കീഴടങ്ങുമോ? കീഴടങ്ങാതെ എങ്ങനെ ഈ പ്രതിസന്ധിയിൽ നിന്ന് CPIക്ക് രക്ഷപ്പെടാം? കേരള ജനത്തിൻ്റെ മുമ്പിലാണ്. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. ബഹുമാനപ്പെട്ട മനു പറഞ്ഞു ദേശീയ വിദ്യാഭ്യാസം ഭയങ്കരമാണ്, സമ്മതിക്കുന്നു. പക്ഷേ കേരളത്തിലെ വിദ്യാഭ്യാസം ഒട്ടും മോശമല്ല മനു. കേരളത്തിലെ വിദ്യാഭ്യാസം ഒട്ടും മോശമല്ല. കേരളത്തിലെ പള്ളിക്കൂടങ്ങളൊക്കെ ചെന്ന് നോക്കണം, സർക്കാർ പള്ളിക്കൂടത്തിലൊക്കെ ചെന്ന് നോക്കണം. എത്ര കഴിഞ്ഞ കുറേ വർഷങ്ങൾ കൊണ്ട് എന്ത് ഗംഭീരമാണെന്നറിയാമോ? ഇൻ്റർനാഷണൽ ലെവലിലാണ്, അന്തർദേശീയ തലത്തിലാണ് കേരളത്തിലെ സ്കൂളുകൾ. പാവപ്പെട്ട പിള്ളേർ, മത്സ്യത്തൊഴിലാളികളുടെ മക്കളും പാവപ്പെട്ട തൊഴിലാളികളുടെ മക്കളുമൊക്കെ പഠിക്കുന്ന സർക്കാർ സ്കൂളുകൾ ഇന്ന് ലോക നിലവാരത്തിലുള്ളതാണ്. ആ നിലവാരം പിന്നെയും കൂട്ടാൻ വേണ്ടിയാണ് ഇതുപോലൊരു കരാറിൽ ഒപ്പിടുന്നത്. അല്ലാതെ വേറെ പുണ്യം കിട്ടാനൊന്നുമല്ല, BJPയുടെ തോളത്ത് കൈയിടാനൊന്നുമല്ല. ഇത് ഗവൺമെൻറ്റിൻ്റെ ആവശ്യമാണ്, പിള്ളേരുടെ ആവശ്യമാണ്, കേരളത്തിലെ കുട്ടികളുടെ ആവശ്യമാണ്, സ്കൂളുകളുടെ വളർച്ചയ്ക്ക് ആവശ്യമാണ്. ശരി, ഒരു ഇടവേള വേണം. ഇടവേളയ്ക്ക് ശേഷം ചർച്ച അടുത്ത ഘട്ടത്തിലേക്ക്. ശ്രീ മനുപ്രസാദ്, നേരത്തെ ഇൻഫ്രാസ്ട്രക്ചർ സ്കൂളുകളിൽ മെച്ചപ്പെടുത്തുന്ന കാര്യം പറഞ്ഞല്ലോ. നല്ല കാര്യമാണ്, സ്കൂളുകളിലെ ഇൻഫ്രാസ്ട്രക്ചർ മെച്ചപ്പെടുത്തണം. അതിനു വേണ്ടിയിട്ടൊരു പദ്ധതി ആവിഷ്കരിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഞാൻ നേരത്തെ ആവർത്തിച്ച് സൂചിപ്പിച്ചതുപോലെ, പക്ഷേ കേരളത്തിലെ ന്യായമായും കിട്ടേണ്ട, കാരണം കേരളത്തിലെ ജനങ്ങളും നികുതി കൊടുക്കുന്ന ജനങ്ങളാണ്. ഇതൊരു ഫെഡറൽ സംവിധാനമാണ്. തുല്യമായ വിഭവങ്ങളുടെ വിതരണം എന്നുള്ളത് യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ കടമയാണ്. പക്ഷേ വലിയ തോതിലുള്ള ഡിസ്പാരിറ്റി ഉണ്ട്. ഞാനൊരു പത്രവാർത്ത വായിക്കാം. മുമ്പത്തെ ഒരു പത്രവാർത്ത. തിരുവനന്തപുരം PM ശ്രീ സ്കൂൾ പദ്ധതിയുടെ പേരിൽ സമഗ്ര ശിക്ഷ കേരള SSKക്കുള്ള കേന്ദ്ര ഫണ്ട് മുടങ്ങിയതോടെ വനമേഖലകളിലെ ആദിവാസി ഗോത്രവർഗ വിഭാഗം വിദ്യാർത്ഥികളുടെ സ്കൂൾ പഠനം പൂർണ്ണമായും നിലച്ചു. മുമ്പ് വന്ന ഒരു പത്ര റിപ്പോർട്ട് ഞാൻ വായിച്ചതാണ്. നോക്കൂ, ഈ സമഗ്ര ശിക്ഷ കേരളയ്ക്കുള്ള ഫണ്ട്, അതിൻ്റെ വിഹിതം തടഞ്ഞു വെച്ചതുകൊണ്ട് ആദിവാസികളുടെ ഗോത്രവർഗ വിഭാഗങ്ങളുടെ പഠനം, അതുപോലെ തന്നെ പട്ടിക വിഭാഗം വിദ്യാർത്ഥികൾക്ക് ലഭിക്കേണ്ടുന്ന പഠന സഹായം, ഗ്രാൻഡ്, ഭിന്നശേഷി കുട്ടികൾക്ക് കൊടുക്കേണ്ടുന്ന സൗകര്യങ്ങൾ, അവർക്ക് കൊടുക്കേണ്ടുന്ന ധനസഹായം തുടങ്ങി യൂണിഫോം അടക്കം നമ്മുടെ കുട്ടികളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ, അവരെ നമ്മുടെ സർക്കാർ സംവിധാനങ്ങളിലൂടെ, നമ്മുടെ പൊതുവിദ്യാലയങ്ങളിലൂടെ ഉയർത്തിക്കൊണ്ടുവരാൻ
ഉള്ള പരിശ്രമങ്ങളെല്ലാം ഈ പൈസ ഇല്ലാതെ ഈ കുഞ്ഞുങ്ങളുടെ പഠനം മുടങ്ങുന്ന അവസ്ഥയിലേക്ക് പോയി. ഇത് കുട്ടികളുടെ പഠനം മുടങ്ങുന്ന, കുട്ടികൾക്ക് കൊടുക്കേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ മുടക്കുന്ന തരത്തിൽ ഇപ്പൊ നമ്മൾ ഈ തട്ടിക്കൊണ്ടുപോയിട്ട് രാംജി റാവു സ്പീക്കിങ്ങിലൊക്കെ കണ്ടില്ല, 25 ലക്ഷം രൂപ എന്ന കുട്ടിയെ വിട്ടുതരാം എന്ന് പറയുന്നത് മാതിരി നിങ്ങൾ ഈ പദ്ധതിയിൽ ഒപ്പുവെച്ചാൽ നിങ്ങൾക്ക് തരാനുള്ള പണം തരാം എന്ന മട്ടിൽ റാൻസം ചോദിക്കുന്ന കൊള്ളക്കാരുടെ അവസ്ഥയിലേക്ക് ഒരു യൂണിയൻ ഭരണകൂടം പെരുമാറിയാൽ എങ്ങനെയാണ് ഫെഡറലിസം നിലനിൽക്കുക? അല്ല അഭിലാഷ്, നമ്മൾ ഈ സ്വാഭാവികമായിട്ടും അങ്ങ് സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ രാഷ്ട്രീയപരമായ ഇത്തരം ആരോപണങ്ങൾക്കെല്ലാം മറുപടി പറയാൻ ഞാൻ ബാധ്യസ്ഥനാണ്, പറയാൻ ചെയ്യാം. പക്ഷേ ഒരു പദ്ധതി നിലവിലുണ്ട്. ആ പദ്ധതിക്ക് എല്ലാവിധ ആനുകൂല്യങ്ങളുമുണ്ട്, എല്ലാവിധ ഗുണവുമുണ്ട്. ആ ഗുണമുള്ളൊരു പദ്ധതി നടപ്പിലാക്കി കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ആശങ്കപ്പെട്ട എല്ലാ കാര്യങ്ങളും കുറച്ചുകൂടി ഭംഗിയായി നടപ്പിലാക്കാൻ പറ്റുമെങ്കിൽ അതങ്ങ് തീരുമാനിക്കാൻ എന്തുകൊണ്ട് നിങ്ങൾ വൈകി എന്ന ചോദ്യമല്ലേ സാക്ഷരത കേരളം ഇവിടെ ചോദിക്കേണ്ടത്. ആ ചോദ്യം ചോദിക്കുന്നതിന് പകരം ഇതെല്ലാം ലഭ്യമാകുന്ന ഒരു പദ്ധതി നിലനിൽക്കെ ആ പദ്ധതിക്കെല്ലാം മുഖം തിരിച്ചുകൊണ്ട് പഴയ പദ്ധതിയിൽ നിന്ന് പണം തരണമെന്ന് ആവശ്യപ്പെടുന്നതിന്റെ ഉദ്ദേശ ലക്ഷ്യം എന്താണ്? പഴയ ഈ PM ശ്രീ എന്ന് പറയുന്നത് ഈ സ്കൂളുകളുടെ ഒരു ബ്ലോക്കിൽ നിന്ന് 2 സ്കൂളുകളെ തെരഞ്ഞെടുത്ത് 2022 പ്രഖ്യാപിച്ച പദ്ധതിയാണ്. 2 സ്കൂളുകളെ തെരഞ്ഞെടുത്ത് അവിടുത്തെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് നേരത്തെ പറഞ്ഞതുപോലെ ലാഭം ഉണ്ടാക്കാനും മറ്റു തരത്തിലുള്ള അടിസ്ഥാന സൗകര്യ വികസനവുമായി ബന്ധപ്പെടുന്ന പദ്ധതിയാണ് PM ശ്രീ. അല്ലാതെ ഈ സമഗ്ര ശിക്ഷയുടെ പേര് മാറ്റി അതിനെ PM ശ്രീ ആക്കിയതല്ല. അല്ല, അത് മാത്രമല്ല അഭിലാഷ്, നിങ്ങളത് പഠിച്ചതിന്റെ പ്രശ്നമായിരിക്കും, അല്ലെങ്കിൽ ക്ലാരിറ്റി ഞാൻ വരുത്താം. അടിസ്ഥാന സൗകര്യ വികസനം മാത്രമല്ല, അധ്യാപകരുടെ പരിശീലനം, കുട്ടികളുടെ മെന്ററിങ്, കരിക്കുലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, കുട്ടികളുടെ സ്കിൽ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അങ്ങനെ എൻ്റെ കാര്യങ്ങളിൽ മാതൃകാപരമായ ഒരു സ്കൂളായി മാറും. അല്ലാതെ കുറച്ച് ഇൻഫ്രാസ്ട്രക്ചർ ഒരുക്കുക എന്നുള്ളത് മാത്രമല്ല PM ശ്രീ. അങ്ങനെയാണ് തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമം എല്ലാവരുടെ ഭാഗത്തു നിന്ന് കേരളത്തിൽ ഉണ്ടാകുന്നതിൽ അങ്ങനെയല്ല എന്ന് വസ്തുത നിങ്ങൾ കൂടി ഇതിൽ പ്രചരണത്തിൽ കൊടുക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. 2, അതിൽ സൂചിപ്പിക്കുന്ന മറ്റൊരു കാര്യം, ഒരു ബ്ലോക്കിൽ ഒരു സ്കൂൾ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ആ 2 സ്കൂളുകളും ആ ബ്ലോക്കിന് ചുറ്റുമുള്ള മറ്റു സ്കൂളുകൾക്ക് മെൻറ്ററിങ് കൂടി കൊടുക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെയും സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെയും സാങ്കേതിക സംവിധാനങ്ങൾ അവിടെ ലഭ്യമാക്കുന്നുണ്ട്. കേവലം ഇൻഫ്രാസ്ട്രക്ചറിൽ 2 ലേബ് ഉണ്ടാക്കുക എന്നുള്ളതിൽ അടങ്ങുന്നതല്ല ഈ പറയുന്ന ഈ നേരത്തെ ചോദിച്ചു ഭിന്നശേഷി വിഭാഗങ്ങളിൽപ്പെട്ട ദിവ്യാംഗരായ കുട്ടികളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ അതിനകത്ത് നിലനിൽക്കുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഏറ്റവും നല്ല പദ്ധതികളായതുകൊണ്ടല്ലേ എന്തിനെ എതിർക്കുന്നു എന്നുള്ളതിന് ഉത്തരമില്ല. ഇതൊന്നും നടപ്പിലാക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല. പക്ഷെ അതെല്ലാം നല്ലതാണ് എന്ന് ബോധ്യമായതുകൊണ്ടാണല്ലോ ഈ ശിവൻകുട്ടി കേരളത്തിൻ്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി നിങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകരെ വിളിച്ചുകൂട്ടി ഇതിപ്പോൾ ഞങ്ങൾ നടപ്പിലാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. എന്താ കുഴപ്പമെന്ന് നിങ്ങളോടാണ് ചോദിച്ചത്. എന്താ കുഴപ്പമെന്നാണ് ഞങ്ങളും ചോദിച്ചിരുന്നത്. ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി മാധ്യമപ്രവർത്തകരോട് ചോദിച്ചതും എന്താ കുഴപ്പമെന്നാണ്. അതായത് PM ശ്രീ കേരളത്തിൽ നടപ്പിലാക്കി കഴിയുമ്പോൾ ഓരോ ബ്ലോക്കുകളിലും ഉണ്ടാകാൻ പോകുന്ന വലിയ മാറ്റമുണ്ട്. നേരത്തെ അദ്ദേഹം സാർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഷോക്കേറ്റ് വിദ്യാർത്ഥികൾ മരണപ്പെടാത്ത സ്കൂളുകൾ കേരളത്തിൻ്റെ മണ്ണിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് PM ശ്രീ നടപ്പിലാകണമെന്ന് ആഗ്രഹമുണ്ടാകും. വിത്തുകൾ ഇടിഞ്ഞു വീണ്ട് വിദ്യാർത്ഥികൾക്ക് പരുക്കുണ്ടാക്കുന്ന കേരളത്തിലെ സ്കൂളുകൾ നന്നായി പോകണമെന്ന് ആഗ്രഹിച്ചാൽ അതുണ്ടാകണമെന്ന് ആഗ്രഹിക്കും. ക്ലാസ് മുറികൾക്കുള്ളിൽ നിന്നും അതിലെ മാളങ്ങളിൽ നിന്നും ഇറങ്ങി വന്ന് പാമ്പുകൾ കുട്ടികളെ കടിച്ചു കൊല്ലുന്ന കേരളത്തിൻ്റെ വിദ്യാഭ്യാസ സ്കൂൾ ഇൻഫ്രാസ്ട്രക്ചറുകളിൽ മാറ്റമുണ്ടാകണമെന്ന് ആഗ്രഹിച്ചാൽ അതിനും നല്ലതുണ്ടാകും. പൂർണ്ണമായും കേരളത്തിലെല്ലാം മോശം എന്ന അഭിപ്രായമൊന്നും എനിക്കുന്നില്ല. കൂടുതൽ ഞങ്ങളുടെ കേരളം നന്നാകണമെന്ന ആഗ്രഹത്തിൽ ഇത്തരം പദ്ധതികൾ വരണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അന്ധമായ രാഷ്ട്രീയത്തിൻ്റെ ചട്ടുകത്തിൽ നിന്നുകൊണ്ട് ചുറ്റുപാടുകളിൽ നിന്നുകൊണ്ട് മാറ്റി നിർത്താമല്ല. CPIയുടെയും CPMൻ്റെയും മറ്റൊരു കാര്യമാണ് ഇന്നുൾപ്പെടെ ശബരിമലയിൽ നമുക്കെല്ലാവർക്കും അറിയാം. അതായത് വിജയമല്യ കൊടുത്ത സ്വർണത്തിൻ്റെ കണക്കുകൾ പോലും ശബരിമല രേഖകളിൽ ഇല്ല എന്നുൾപ്പെടെയുള്ള നിരവധി രേഖകൾ പുറത്തു വന്നു. കഴിഞ്ഞ കുറേ കാലമായി ദേവസ്വം ബോർഡ് ഇരു മുന്നണികൾക്കും അപ്പുറം നിന്നുകൊണ്ട് കട്ടുമുടിക്കുന്നു എന്ന വാർത്ത പുറത്തു വരുന്നു. പക്ഷേ കേരളത്തിൽ ചർച്ച ഇത്തരത്തിലേക്ക് മാറിയതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ ചർച്ച വന്നുകൊണ്ടാണ്. അപ്പോൾ ചില ചർച്ചകൾ അജണ്ടകൾ മാറ്റാൻ CPM വിളിക്കുമ്പോൾ വന്നിരിക്കുകയും CPM പിണങ്ങാൻ പറയുമ്പോൾ പിണങ്ങുകയും മിണ്ടാൻ പറയുമ്പോൾ മിണ്ടുകയും ചെയ്യുന്ന ഒരു പാർട്ടി എന്നതിനപ്പുറം CPI നിങ്ങൾ കൂട്ടേണ്ടതില്ല. ശരി, അതാണ് CPIയെ കുറിച്ചുള്ള വിമർശനം BJPയുടെ ഭാഗത്തു നിന്നും അതാണ്. പക്ഷേ CPI ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്, അവർക്ക് അവരുടെ നിലപാട് പറയാനുള്ള ഉത്തരവാദിത്വവും ബാധ്യതയുണ്ട്. നേരത്തെ ശ്രീ ജിൻഡോയും ചക്കളത്തിപ്പോരാണ് ഇതെന്ന് പറഞ്ഞു. ഒരു ചക്കളത്തിപ്പോര് നടത്തിയിട്ട് ഇപ്പോൾ CPIക്ക് എന്ത് കിട്ടാനാണ്? അവർ ഭരിക്കുന്ന പാർട്ടിയാണ്. ആ ഭരണ നയങ്ങളുടെയൊക്കെ കൂടെ നിൽക്കുക എന്നുള്ളത് അവരുടെ ബാധ്യതയാണ്. മന്ത്രിസഭ എന്ന് പറയുന്നത് കൂട്ടുത്തരവാദിത്വമുള്ള മന്ത്രിസഭയാണ്. ഇവിടെ അവർക്ക് രാഷ്ട്രീയമായ അഭിപ്രായമുണ്ട്, അവരെ അപമാനിച്ചു എന്ന ഫീലിംഗ് ഉണ്ട്. അത് അഡ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതിനപ്പുറത്തെ എല്ലാ വിഷയങ്ങളിലും CPI ഗവൺമെന്റിനെതിരെ പ്രതിപക്ഷമായി നിൽക്കണമെന്ന് പറഞ്ഞാൽ പറ്റില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ പിന്നെ CPIക്ക് മുന്നണി വിട്ട് നിങ്ങളുടെ കൂടെ ചേർന്ന് പ്രതിപക്ഷ മുന്നണിയിൽ ചേർന്നാൽ പോരെ? അവർ ഭരണ മുന്നണിയാണ്, മന്ത്രിസഭ ഘടകകക്ഷികളാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായ ഒരു സർക്കാരിന്റെ ഒപ്പമേ സർക്കാരിന്റെ നയങ്ങൾ നടപ്പാക്കാൻ നിൽക്കുകയുള്ളൂ. ഇവിടെ ഇപ്പോൾ 33 സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ഒപ്പുവെച്ച കോൺഗ്രസ് ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും നടപ്പാക്കുന്ന ഒരു പദ്ധതിയാണ്. CPIക്ക് CPIയുടെ രാഷ്ട്രീയ അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ട് എന്നുള്ളതിനപ്പുറത്തുള്ള പ്രസക്തിയിലേക്ക് ഈ കാര്യത്തെ കൊണ്ടുപോകണോ? പ്രതിപക്ഷം ആ വിഷയത്തെ അങ്ങനെ ടേക്കപ്പ് ചെയ്തിട്ടുണ്ടോ?
അല്ല അഭിലാഷ്, CPIക്ക് ഈ രാജ്യത്തെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും പോലെ വ്യക്തികളെയും പോലെ അഭിപ്രായം പറയാൻ, രാഷ്ട്രീയ അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ട്, അത് പറയണം. പക്ഷെ CPI ചില പ്രത്യേക ഘട്ടത്തിൽ മാത്രം അങ്ങനെ നിലപാട് പറയുകയും ആ നിലപാടിന് ആ മുന്നണിയിൽ പോലും യാതൊരു സ്ഥിരതയും ഇല്ലാതെ ആ അഭിപ്രായം ഇടയ്ക്ക് മടക്കി അട്ടത്ത് വെക്കുകയും ചെയ്യും. എന്നിട്ട് പിണറായി വിജയനോട് സന്ധി ചെയ്യും. ഇവരെന്തിനാ ഈ രണ്ട് പാർട്ടികളും പണ്ട് പിളർന്നത്? ആ പാർട്ടികൾ പിളർന്നത് ഒരാൾക്ക് ഒരാൾ വലത് കമ്മ്യൂണിസ്റ്റും ഒരാൾ ഇടത് കമ്മ്യൂണിസ്റ്റും എന്നും പറഞ്ഞുള്ള തർക്കത്തിലാണ് പിളർന്നത്. ഇന്നിപ്പോൾ രണ്ട് പക്ഷവും തീവ്ര വലതുപക്ഷത്തിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. 9.5 വർഷമായിട്ട് പിണറായി വിജയൻ സർക്കാരിന്റെ നയപരിപാടികൾ ശ്രദ്ധിച്ചാൽ സംഘപരിവാർ വൽക്കരണം ഓൾറെഡി നടന്നിട്ടുണ്ട്. കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മാത്രം എടുത്ത് പരിശോധിച്ചാൽ അതിൻ്റെ നിരവധി ഉദാഹരണങ്ങളുണ്ട്. ഇവിടെയുള്ള ഒരു പ്രശ്നം എന്താണെന്നറിയോ? ഇവിടെയുള്ള പ്രശ്നം പിണറായി വിജയനെ പിന്തുണച്ച് കഴിഞ്ഞ 9.5 കൊല്ലമായിട്ട് മന്ത്രിസഭയുടെ ഭാഗം പറ്റിയിരിക്കുന്ന CPIക്ക് 2ാം സ്ഥാനം കൊടുക്കാമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തേണ്ട ഗതികേട് കോൺഗ്രസിനില്ല. ഈ 9.5 കൊല്ലമായിട്ട് തെരുവ് നിറഞ്ഞ് സമരം ചെയ്യുന്ന കോൺഗ്രസിനും UDFനും CPIയെ ക്ഷണിച്ചു വരുത്തി 2ാം സ്ഥാനം കൊടുക്കാമെന്ന് പറയേണ്ട കാര്യമില്ല. ഒരു കാര്യം പറയാം, 2 മുഖ്യമന്ത്രിമാരെ CPIയുടെ ചരിത്രത്തിൽ കേരളത്തിൽ കൊടുത്തത് കോൺഗ്രസിന്റെ പിന്തുണയോടെയാണ്, കോൺഗ്രസിന്റെ സഹായത്തിലാണ്. അത് CPI മറക്കണ്ട, അത് ജേക്കബ് ജോർജ് സാറും മറക്കാൻ പാടില്ല. CPIക്ക് കേരളത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ റെസ്പെക്ട് കൊടുത്തത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സാണ്. ഇനി കേരളത്തിലെ സ്കൂളുകൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ളതാണെന്ന് താങ്കൾ പറഞ്ഞു. എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. കാരണം വിദ്യാഭ്യാസ മന്ത്രി 1970-കളിലും ഒക്കെയുള്ള രാഷ്ട്രീയ കാലാവസ്ഥയല്ലല്ലോ ഇപ്പോൾ. ശരി, അന്ന് CPIക്ക് നിങ്ങൾ മാന്യത കൊടുത്തു, ശരിയാണ്, വസ്തുതയാണ്. മുഖ്യമന്ത്രിയെയും കൊടുത്തു, ഇന്ന് CPIക്ക് മുഖ്യമന്ത്രിയെ കൊടുക്കുമോ, അല്ലെങ്കിൽ അന്ന് കൊടുത്ത അത്രയും സീറ്റ് കൊടുക്കുമോ? പറ്റുമോ? രാഷ്ട്രീയ കാലാവസ്ഥ മാറി, ശാക്തിക ബലാബലങ്ങൾ മാറി, പാർട്ടികളുടെ ശേഷികൾ മാറി. അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ പക്കലേക്ക് CPI ഇനി എന്ത് രാഷ്ട്രീയ കാരണം പറഞ്ഞോ ആവട്ടെ വന്നാൽ എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യും? അല്ല അഭിലാഷേ, ഇപ്പോഴും പിണറായി വിജയൻ പറയുന്നത് കേട്ട് അവിടെ നിൽക്കുന്ന CPIയെ ഞങ്ങൾ മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കാന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തേണ്ട എന്ത് കാര്യമുണ്ട്? ഇവരുടെ ആരുടെയും സഹായമില്ലാതെ 9.5 കൊല്ലമായിട്ട് തെരുവ് നിറഞ്ഞ് സമരം ചെയ്യുന്ന ഞങ്ങൾക്ക് എന്തിനാ ആ പണിക്ക് ഞങ്ങൾ പോകുന്നത്? അതൊരു കോമൺ സെൻസ് അല്ലല്ലോ. ആ സാമാന്യ ബോധത്തിനെ വെല്ലുവിളിക്കുന്ന ഒരു ചർച്ചയെ ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ പ്രശ്നം എന്താണെന്നറിയോ? കേരളത്തിലെ പൊതുവിദ്യാലയങ്ങൾ മുഴുവൻ ഇന്റർനാഷണൽ നിലവാരത്തിലാണെന്ന് പറയുമ്പോൾ, കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി പോലും 5 സ്റ്റാർ ഹോട്ടൽ സമാനമാണെന്ന് പറയുമ്പോൾ, അല്പം മുമ്പ് പറഞ്ഞ പോലെ ക്ലാസ് റൂമിനകത്ത് പാമ്പ് കടിയേൽക്കുന്ന കുട്ടിയെ കുറിച്ചിട്ട് നമ്മൾ ചർച്ച ചെയ്യാതെ പോകുന്നുണ്ട്. ഉച്ചക്കഞ്ഞിക്ക് പണമില്ലാത്തതും ഉച്ചക്കഞ്ഞി വെച്ചവർക്ക് ശമ്പളം കൊടുക്കാത്തതും നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. എങ്കിലും ജേക്കബ് ജോർജ് സാർ പറഞ്ഞതിനെ ഞാൻ അങ്ങ് എടുക്കുക. ഈ ഇന്റർനാഷണൽ നിലവാരത്തിലുള്ള സ്കൂളിന്റെ നിലവാരം വീണ്ടും വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് PM ശ്രീയിൽ ഒപ്പിട്ടതെന്നാണല്ലോ താങ്കൾ പറഞ്ഞത്. എങ്കിൽ ഈ നിലവാരം വർദ്ധിപ്പിക്കാൻ എന്തുകൊണ്ട് 3 വർഷക്കാലം കാത്തിരുന്നു? എന്തുകൊണ്ട് 3 വർഷക്കാലം നിലവാരം വർദ്ധിപ്പിക്കൽ വൈകിപ്പിച്ചു? അതിനൊരു മറുപടി വേണ്ടേ? 3 വർഷക്കാലം നമ്മൾ അമേരിക്കയോട് ഏറ്റുമുട്ടുന്നു. പൊതുവിദ്യാഭ്യാസ, പൊതുജനാരോഗ്യ, പൊതുവിതരണ രംഗത്ത് 70-കളിൽ 1ാം സ്ഥാനത്തെത്തിയ കേരള സർക്കാർ, ഇന്നും അമേരിക്കയെ കവച്ചു വെക്കുന്നുവെന്ന് മുഖ്യമന്ത്രി അവകാശപ്പെടുന്ന കേരളം, ഇനി നമ്മൾ നരേന്ദ്രമോദിയുടെ മറ്റേ സെൽഫി സ്റ്റാൻഡ് കൊണ്ടുവന്ന് വെച്ചിട്ട് വേണോ നമ്മുടെ സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യം വികസിപ്പിക്കാൻ? മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് നമ്മുടെ വിദ്യാലയങ്ങളെ ഒരു കാരണവശാലും കമ്പയർ ചെയ്യാൻ പാടില്ല. ഞാൻ ഇപ്പോഴും ഒരുപാട് പരിമിതികൾ ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ കേരളത്തിലെ വിദ്യാലയങ്ങളുടെ എല്ലാ സാഹചര്യങ്ങളും, പാഠ്യപദ്ധതി ആയിക്കോട്ടെ, അടിസ്ഥാന സൗകര്യങ്ങളായിക്കോട്ടെ, കുറവുകൾ ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യാൻ പോലും പറ്റാത്തത്ര വലിയ ഔന്നത്യത്തിൽ നിൽക്കുന്ന നമ്മൾ കേവലം ഇത്തരം ചില അവരുടെ അടിസ്ഥാന സൗകര്യ വികസനം എന്ന് പറഞ്ഞ് നരേന്ദ്രമോദി മിഠായി കടലാസിൽ പൊതിഞ്ഞു കൊണ്ടുവരുന്ന ഈ പദ്ധതിയുടെ മുമ്പിൽ ഒപ്പിട്ടത് ഞാൻ വിശ്വസിക്കുന്നില്ല 900 കോടിക്ക് വേണ്ടിയിട്ടാണ്, SSA ഫണ്ട് പിടിച്ചു വെച്ചതിന്റെ പേരിലാണെന്ന്. അങ്ങനെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പിണറായി വിജയൻ കൽത്തുറങ്കിൽ പോകാതെ, CBI കേസിൽ, ലാവ്ലിൻ കേസിൽ, മകൾ മാസപ്പടി കേസിൽ അകത്ത് പോകാതെ, മകൻ ED കേസിൽ അകത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പിണറായി വിജയൻ സെറ്റിൽ ചെയ്തതാണ്. ആ സെറ്റിൽ ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ വരുമ്പോൾ CPIക്ക് പെട്ടെന്ന് തോന്നുകയാണ്, PM ഉഷ ഒപ്പിട്ടപ്പോൾ കണ്ടില്ല, മറ്റ് നിരവധി പദ്ധതികൾ നടക്കുമ്പോൾ കണ്ടില്ല. പേരൂർക്കടയിലെ പോലീസ് സ്റ്റേഷന്റെ മരബെഞ്ചിൽ ബിന്ദു എന്നുള്ള പേരുള്ള ഒരു വീട്ടമ്മ, ഒരു പട്ടികജാതിക്കാരി 21 മണിക്കൂർ ഇരുന്ന് കക്കൂസിലെ വെള്ളം എടുത്തു കുടിക്കാനുള്ള ആക്രോശം കേട്ടപ്പോൾ പോലും ആ സംഘപരിവാർ ബോധമുള്ള കേരള പോലീസിനെതിരെ സംസാരിക്കുന്ന CPIക്കാരെ നമ്മൾ കണ്ടില്ല. അപ്പൊ പെട്ടെന്ന് ഇപ്പോൾ ഈ ഇലക്ഷൻ ആകുമ്പോൾ ഞങ്ങൾ ഇടതുബോധത്തെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോരാട്ടം നടത്തി ഇപ്പോഴും ഇടതുപക്ഷത്ത് തന്നെയാണ് നിൽക്കുന്നതെന്ന് പൊതുസമൂഹത്തിന് മുമ്പിൽ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ചക്കളത്തി പോരാട്ടം മാത്രമായിട്ടാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ടാണ് 3 വർഷം മുമ്പ് എന്തുകൊണ്ട് CPM ഒപ്പിട്ടില്ല, ഇപ്പോൾ മാത്രമാണ് ഒപ്പിടാൻ തോന്നിയതെന്ന് CPM പറയുന്നത് പോലെ ഇതിനു മുമ്പ് പല പദ്ധതികളും വന്നപ്പോൾ മിണ്ടാതിരുന്ന CPI ഇപ്പോൾ മാത്രം മിണ്ടുന്നതും ഇരട്ടത്താപ്പിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ്. ശരി, ഇവിടെ ശ്രീ മോഹൻ വർഗീസ്, CPIയെ സംബന്ധിച്ചുള്ള ഓപ്ഷനും CPMനെ സംബന്ധിച്ചുള്ള ഓപ്ഷനും നമ്മൾ പരിശോധിച്ചാൽ, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നാളെ ഒരു ഫയർ ഫൈറ്റിംഗ് ഡേ ആണ്. MV ഗോവിന്ദൻ മാസ്റ്റർ അടിയന്തരമായി തലസ്ഥാനത്തേക്ക് എത്തുന്നു. അദ്ദേഹം ഒരു ചർച്ച
മന്ത്രിസഭാ യോഗം ചേരുന്നതിന് മുമ്പ് തന്നെ ഈ പ്രശ്നം പരിഹരിക്കാൻ ലീഡ് ചെയ്യുമെന്നാണ് പൊതുവെ ഇപ്പോൾ രാഷ്ട്രീയ ഉപശാലകളിൽ കേൾക്കുന്ന വർത്തമാനം. അങ്ങനെ സംഭവിക്കുമായിരിക്കും. നേരത്തെ താങ്കൾ പറഞ്ഞ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിന്റെ അടക്കം കാര്യമുണ്ട്. CPIയെ സംബന്ധിച്ച് CPI അണികളുടെ മൊറൈൽ എന്ന് പറയുന്നത് വളരെ പ്രധാനമാണല്ലോ. ആ മൊറൈൽ സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനം ഉണ്ടാവണം എന്നുള്ളത് പ്രധാനമാണ്. താങ്കൾ വിചാരിക്കുന്നുണ്ടോ ഈ ധാരണാപത്രം റദ്ദാക്കിക്കൊണ്ടുള്ള ഒരു കത്ത് ഈ സർക്കാർ കേന്ദ്രത്തിലേക്ക് അയക്കുമെന്ന്? അങ്ങനെ ഒരു കത്ത് അയച്ചാലേ CPI പിന്മാറുമെന്ന് വിചാരിക്കുന്നുണ്ടോ? CPI ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാട് ശ്രീ അഭിലാഷ് കൃത്യമായ നിലപാടാണ്, കഠിനമായ നിലപാടാണ്. ധാരണാപത്രത്തിൽ നിന്നും പിന്നാക്കം പോയെങ്കിലേ, അല്ലെങ്കിൽ ധാരണാപത്രം കേരളം ഏകപക്ഷീയമായി റദ്ദ് ചെയ്തെങ്കിൽ മാത്രമേ തങ്ങൾ സഹകരിക്കൂ എന്ന ഒരു മെസ്സേജാണ് ഈ നിമിഷം വരെ CPI മുന്നോട്ട് വെച്ചിട്ടുള്ളത്. പക്ഷെ ആ ധാരണാപത്രത്തിൽ നിന്നും ഏകപക്ഷീയമായി സംസ്ഥാനത്തിന് പിന്നോട്ട് പോകാനാവില്ല എന്ന് നിയമപരമായി നമുക്കറിയാം. കേന്ദ്രത്തിന് പിന്നോട്ട് പോകാനാവും, പക്ഷേ സംസ്ഥാനത്തിന് ഒരിക്കൽ ഒപ്പുവെച്ച് കഴിഞ്ഞാൽ സംസ്ഥാനത്തിന് പിന്നോട്ട് പോകാനാവില്ല. പിന്നെ ഉള്ള ഒരു പഴുത് എന്ന് പറയുന്നത് ഈ പ്രോസസ് ഒബ്സർവ് ചെയ്തിട്ടില്ല എന്ന ഒരു കാരണം പറഞ്ഞുകൊണ്ട് മന്ത്രിസഭയുടെ കൺകറൻസ് ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ മറ്റു ചില സാങ്കേതിക കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും ഒരു ഡിഫൻസിനുള്ള ഒരു ഫർദർ റിക്വസ്റ്റ് ചെയ്യാമോ ഈ ഒരു സാധ്യത അത് ഇതുവരെ പ്രഥമമായി വരുന്ന ഒരു കാര്യമാണ്. ഇതുവരെ അങ്ങനെ ഒരു ചിന്തയെ വന്നിട്ടില്ല. ഈ പ്രോസസ് ഒബ്സർവ് ചെയ്തിട്ടില്ല തങ്ങളുടെ ഭാഗത്ത് നിന്ന്. പക്ഷേ ഇവിടെ വിദ്യാഭ്യാസ സെക്രട്ടറിയാണ് ഒപ്പുവെച്ചിട്ടുള്ളത്. ഡൽഹിയിൽ ചെന്ന് ക്യാബിനറ്റ് മീറ്റിംഗ് നടന്നതിന്റെ പിറ്റേ ദിവസം നോക്കൂ, ഈ ദിവസങ്ങൾ വളരെ പ്രധാനമാണ്. ഈ 6-ാം തീയതി, എനിക്ക് തോന്നുന്നത് 10-ാം തീയതി, ഈ ഒക്ടോബർ മാസം 10-ാം തീയതി ശ്രീ പിണറായി വിജയൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെയും പ്രധാനമന്ത്രിയൊക്കെ കാണുന്നു. അതിനുശേഷം കൃത്യം 6 ദിവസത്തിന് ശേഷം 16-ാം തീയതി ഒരു ഏകദേശ കരട് രൂപം തയ്യാറാവുന്നു. പിന്നീട് ക്യാബിനറ്റ് മീറ്റിംഗ് സംഭവിക്കുന്നത് 22-ാം തീയതിയാണെന്ന് തോന്നുന്നു. ക്യാബിനറ്റ് മീറ്റിംഗിൽ ഉണ്ട്. ആ ക്യാബിനറ്റ് മീറ്റിംഗിൽ ഇങ്ങനെ ഒരു കാര്യം, ഒരു ഊഹാപോഹം എന്ന നിലയിൽ CPIയുടെ മന്ത്രിമാർ ഉന്നയിക്കുന്നു. അപ്പോൾ അവിടെ നിശബ്ദത പാലിച്ച മുഖ്യമന്ത്രി, അപ്പോൾ CPIയുടെ മന്ത്രിമാർ എന്താണ് ധരിക്കേണ്ടത്? ഇതുമായി പ്രൊസീഡ് ചെയ്യാൻ ഈ കരട് എന്ന് പറയുന്നത് കേവല സങ്കല്പം മാത്രമാണ്, തങ്ങൾക്കതിനെ കുറിച്ച് അറിവില്ല, ഒരുപക്ഷെ അത് ചർച്ച അർഹിക്കുന്ന കാര്യമല്ല, അതുകൊണ്ട് CPI ഏകപക്ഷീയമായി മുന്നോട്ട് പോകുമെന്ന് കരുതിയില്ല. തൊട്ടടുത്ത ദിവസം ഡൽഹിയിലെത്തി സംസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ സെക്രട്ടറി അത് ഒപ്പുവയ്ക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? ഒരു മന്ത്രാലയം, വിദ്യാഭ്യാസ മന്ത്രിയോ വിദ്യാഭ്യാസ മന്ത്രാലയമോ മാത്രം വിചാരിച്ചാൽ നടക്കുന്ന ഒരു കാര്യമാണോ? പ്രത്യേകിച്ച് വിശാലമായ ഒരു പോളിസി ഇംപ്ലിക്കേഷൻ അടങ്ങുന്ന ഒരു കാര്യത്തിൽ ഇടതുപക്ഷ മുന്നണിയിൽ ചർച്ച ചെയ്തിട്ടില്ല, മന്ത്രിസഭയിൽ ചർച്ച ചെയ്തിട്ടില്ല. മന്ത്രിസഭയെക്കുറിച്ച് ഞങ്ങളൊക്കെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് മന്ത്രിസഭ എന്ന് പറയുന്നത് പോളിസി മേക്കിംഗ് ബോഡിയാണ്. ക്യാബിനറ്റ് ഈസ് ദി പോളിസി മേക്കിംഗ് ബോഡി. അങ്ങനെയെങ്കിൽ വിദ്യാഭ്യാസ നയവുമായി, കേന്ദ്ര വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ട സംസ്ഥാനത്തിന്റെ നിലപാടും നയവും എന്താണ് എന്ന് തീരുമാനിക്കാനുള്ള സമിതിയുടെ അനുവാദമില്ലാതെ, ഒരു ക്യാബിനറ്റ് നോട്ട് പോലും ഇല്ലാതെ എങ്ങനെയാണ് ധാരണാപത്രം ഒപ്പിടുന്നത്? അവിടെ CPIക്ക് സ്വന്തം അണികളോട് ചിലത് പറയേണ്ടതുണ്ട്. നോക്കൂ, ഞങ്ങൾ ഇതിനുള്ളിൽ നിന്നുകൊണ്ട് പരമാവധി CPMന്റെ വലതുപക്ഷ വ്യതിയാനം തിരുത്താൻ ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ RSSന്റെ സംഘപരിവാറിന്റെ കാവ്യവൽക്കരണ അജണ്ടയെ തിരുത്താൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ആ അജണ്ടയുമായി യോജിച്ചുകൊണ്ട് ഞങ്ങളൊന്നും അറിഞ്ഞില്ലേ എന്ന മട്ടിൽ CPM മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ കോൺഗ്രസ് പാർട്ടി ശ്രീ ജിൻഡോ ജോൺ ഉൾപ്പെടെ ആരോപിക്കുന്നത് പോലെയുള്ള ഒരു അന്തർധാര, അതായത് CPMന്റെ നേതാവും മുഖ്യമന്ത്രിയുമായ ശ്രീ പിണറായി വിജയന്റെ മകനും മകളും ഒക്കെയായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണത്തിൽ നിന്നും പിന്നാക്കം പോകാനുള്ള ഒരു ധാരണ, ഒരു അണ്ടർ ഹാൻഡ് ഡീൽ എന്ന നിലയിൽ തത്വത്തിൽ ആ പദ്ധതി അത് ഷോക്കേസ് ചെയ്ത കേന്ദ്ര വിദ്യാഭ്യാസ പദ്ധതി ഷോക്കേസ് ചെയ്യുന്ന PM3 ഉൾപ്പെടെയുള്ള കാര്യത്തിൽ ഒരു ധാരണയിലായി ഒപ്പിട്ടങ്ങ് മുന്നോട്ട് പോകാം. അങ്ങനെയെങ്കിൽ CPM BJP അന്തർധാര അവിടെ പ്രകടമാണ്. ഇതാണ് പറയാതെ പറഞ്ഞു വെക്കുന്നത്, CPIയും പറയാതെ പറഞ്ഞു വെക്കുന്നത്. ഇങ്ങനെ പറയുന്നത് കൊണ്ട് CPIക്ക് ഒരു പ്രയോജനം കൂടിയുണ്ട് ശ്രീ അഭിലാഷ്. അതായത് തങ്ങളുടെ നഷ്ടപ്പെട്ടു പോയ ജനകീയ അടിത്തറ, സൈദ്ധാന്തികമായി തങ്ങളാണ് നേരായ വഴിയിൽ സഞ്ചരിക്കുന്നത്. ഒരു ആരോപണത്തിനും CPM മറുപടി പറഞ്ഞിട്ടില്ല. CPMന്റെ തീരുമാനം CPIക്ക് മറുപടി പറയേണ്ട, പ്രശ്നം മൂർച്ഛിപ്പിക്കേണ്ട എന്നാണ്. ടെലിവിഷൻ ചർച്ചകളിലേക്ക് പോലും CPI പ്രതിനിധികൾ ഉണ്ടെങ്കിൽ CPM ആളെ അയക്കുന്നില്ല, വഴക്കൊഴിവാക്കാനാണ്. പക്ഷേ CPI ഇങ്ങനെ ഒരു പ്രകടമായ നിലപാടെടുത്താൽ തിരിച്ച് CPMനും പറയാനുണ്ടാവുമല്ലോ. PM ഉഷ പദ്ധതി നടപ്പാക്കിയപ്പോൾ നിങ്ങൾ മിണ്ടിയോ? നിങ്ങൾക്ക് അന്ന് ഈ NEPയുമായി പ്രശ്നമുണ്ടായിരുന്നില്ലേ? 4 വർഷ ബിരുദ കോഴ്സുകൾ യൂണിവേഴ്സിറ്റികൾ ആരംഭിച്ചല്ലോ, അപ്പോൾ നിങ്ങൾ മിണ്ടിയോ? നിങ്ങൾക്ക് അതിൽ പ്രശ്നമുണ്ടായിരുന്നില്ലേ? CPIയുടെ മന്ത്രി പ്രോ ചാൻസലർ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് എന്ന NEP
വിഭാവനം ചെയ്യുന്ന നിർദ്ദേശം നടപ്പാക്കി കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ മിണ്ടിയോ? അപ്പോൾ ഈ കാവ്യവൽക്കരണം ഉണ്ടായിരുന്നില്ലേ? ഈ പ്രകൃതിദത്ത കൃഷി എന്ന NEP വിഭാവനം ചെയ്യുന്ന മാനദണ്ഡം നടപ്പാക്കി, കുഴപ്പമുണ്ടായിരുന്നില്ലേ? ഇതൊക്കെ ചോദിക്കുമല്ലോ. അവർ ചോദിക്കാത്തതുകൊണ്ടാണ്. ചോദിച്ചാൽ അപ്പോൾ CPIക്ക് ഇതിനൊക്കെ മറുപടി പറയേണ്ടി വരില്ലേ? പെട്ടെന്ന് ഒരു ദിവസം അയ്യോ കാവ്യവൽക്കരിക്കുന്നേ, ഞങ്ങൾ കാവ്യവൽക്കരണം തടയേണ്ട ഇടതുപക്ഷ ശക്തിയാണേ എന്ന് തോന്നിയോ CPIക്ക്? ഇവിടെ ശ്രീ അഭിലാഷ്, ഇതിലൊരു ക്വാളിറ്റേറ്റീവ് ആംഗിൾ കൂടിയുണ്ട്. ആ ആംഗിൾ എന്ന് പറയുന്നത് PM ഉഷ എന്ന് പറയുന്നത് ഉന്നത വിദ്യാഭ്യാസത്തെ കുറിച്ച് ഉള്ളൊരു പദ്ധതിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ റൂസ രാഷ്ട്രീയ ഉച്ചതർ ശിക്ഷാ അഭിയാൻ, അതിന്റെ പുതിയ പേരാണല്ലോ PM ഉഷ. ഈ PM ഉഷയെ സംബന്ധിച്ചിടത്തോളം മാൻഡറ്ററി ആയ കാര്യങ്ങളില്ല. കേന്ദ്ര വിദ്യാഭ്യാസ നയം അതുപോലെ അംഗീകരിച്ചെങ്കിൽ മാത്രമേ ഫണ്ട് വിതരണം ചെയ്യൂ, റൂൾസ് അനുസരിച്ചുള്ള ഫണ്ട് വിതരണം ചെയ്യൂ എന്ന നിഷ്കർഷ ഇല്ല എന്നൊരു കാര്യമുണ്ട്. അത് മാത്രമല്ല, ഈ കരിക്കുലം ഉൾപ്പെടെയുള്ള പ്ലാൻ ചെയ്യാൻ സംസ്ഥാനങ്ങൾക്കുള്ള അവകാശം അത് നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് അടിച്ചേൽപ്പിക്കുന്ന നയമല്ല റൂൾസ് അനുസരിച്ച്. ഞാനും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ജോലി ചെയ്ത ഒരാളായതുകൊണ്ട് എനിക്കറിയാം അടിച്ചേൽപ്പിക്കുന്ന ഇവിടെ അങ്ങനല്ല. ഇവിടെ NEPയുടെ കാര്യത്തിലും അതേ കാര്യം ഉണ്ടല്ലോ. കാരണം NEPയുടെ കാര്യത്തിലും ഈ പറയുന്നത് പോലെ പാഠ്യപദ്ധതിയും കരിക്കുലവും സംസ്ഥാനങ്ങൾ, അത് കേന്ദ്ര വിദ്യാഭ്യാസ സെക്രട്ടറി ഇന്നലെ വളരെ വ്യക്തമായി പറഞ്ഞു. സംസ്ഥാന ബോർഡുകൾക്ക്, അത് കേരളം എന്നല്ല ഏത് സംസ്ഥാന ബോർഡും ആവട്ടെ, സംസ്ഥാന ബോർഡുകളുടെ കീഴിലുള്ള വിദ്യാലയങ്ങളിലെ പാഠ്യപദ്ധതി കരിക്കുലം അതാത് സംസ്ഥാന ബോർഡുകളാണ് തീരുമാനിക്കുന്നതെന്ന് ഇതിൽ വ്യക്തമായി കഴിഞ്ഞല്ലോ. എന്ന് മാത്രമല്ല, NEPയുടെ ശിവൻകുട്ടി ചൂണ്ടിക്കാണിച്ചതുപോലെ പാരഗ്രാഫ് അടക്കം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് 17(3). പക്ഷെ ഒരു വാചകം വലിയ പ്രതിസന്ധി സൃഷ്ടി. പക്ഷേ ഇത് ശ്രീ അഭിലാഷ്, ഒരു വാചകം അതിനകത്തെ കേന്ദ്ര വിദ്യാഭ്യാസ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയെ അംഗീകരിച്ചുകൊണ്ട് വേണം, അതിൻ്റെ നിബന്ധനകൾക്ക് വിധേയപ്പെട്ടുകൊണ്ട് വേണം PM-3 പദ്ധതി നടപ്പാക്കേണ്ടത് എന്ന് ധാരണാപത്രത്തിൽ വ്യക്തമായി എഴുതി വെക്കുന്നത് കൊണ്ട് ഇതിനെ ഒരു കോംപ്രിഹെൻസീവ് ഡീൽ എന്ന രീതിയിൽ മാത്രമേ കാണാനാവൂ. പക്ഷെ ആ രീതിയിൽ കോംപ്രിഹെൻസീവ് അല്ല. രാഷ്ട്രീയ ഉച്ചതർ ശിക്ഷാ അഭിയാൻ ആ രീതിയിൽ ഫണ്ട് വിതരണം ചെയ്യാനുള്ള ഒരു സംവിധാനം മാത്രമാണ്. ഇവിടെ നോക്കൂ, ബജറ്ററി ഫണ്ടിങ്ങിന്റെ കാലം കഴിഞ്ഞു. ഇപ്പൊ പ്രോജക്ട് അധിഷ്ഠിതമായ ഫണ്ടുകളാണ്. ഈ പ്രോജക്ട് അംഗീകരിക്കാൻ കേന്ദ്രത്തിന്റെ നിബന്ധനയോടുകൂടി ആ പ്രോജക്ട് അംഗീകരിക്കാൻ സംസ്ഥാനം വില്ലിംഗ് ആണെങ്കിൽ മാത്രമേ ഫണ്ടുകൾ ലഭിക്കൂ എന്ന രീതിയിലേക്ക് എത്തിയത് ഇപ്പോൾ ഈ പറയുന്ന PM-3 പദ്ധതി വന്നപ്പോഴാണ്. റൂസയുടെ കാര്യത്തിൽ അങ്ങനെ ആയിരുന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ CPIയുടെ, വേണമെങ്കിൽ പറയാം CPIയുടെ മന്ത്രിമാർ ഭരിക്കുന്ന വകുപ്പുകൾ, കൃഷി ഉൾപ്പെടെയുള്ള വകുപ്പുകളിൽ കേന്ദ്രത്തിന്റെ പണം വാങ്ങിയിട്ടില്ലേ? ഉത്തരം ഉണ്ട് എന്ന് തന്നെയാണ്. മറ്റ് വകുപ്പുകളിലും ഭക്ഷ്യ പൊതുവിതരണ വകുപ്പുകളിലും ഒക്കെ തന്നെ വാങ്ങിയിട്ടുണ്ട്, കേന്ദ്ര ഫണ്ട് വാങ്ങിയിട്ടുണ്ട്. പക്ഷെ അവിടെ മനസ്സുകളെ സ്വാധീനിക്കാനുള്ള, വിദ്യാർത്ഥികളുടെ കരിക്കുലം ചേഞ്ച് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള മനസ്സുകളെ സ്വാധീനിക്കാനുള്ള നിലപാടുകളൊന്നും ഉണ്ടായിട്ടില്ല, നയങ്ങൾ ഉണ്ടായിട്ടില്ല. ഇത് വ്യത്യസ്തമായി കാണണം എന്ന് CPI പറഞ്ഞു. ഞാൻ ശ്രമിക്കുകയല്ല, പക്ഷേ നമ്മൾ നിശ്ചയമായും ചർച്ച ചെയ്യേണ്ടതാണ്. 33 സംസ്ഥാനങ്ങൾ ഇതിനോടകം തന്നെ, 33 സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും 33 ഭരണകൂടങ്ങൾ നടപ്പാക്കിയിട്ടുണ്ട്. അവിടങ്ങളിലൊക്കെ അതാത് സ്റ്റേറ്റ് ബോർഡുകളുടെ സിലബസുകളിൽ മാറ്റം വന്നിട്ടുണ്ടോ? കാവ്യവൽക്കരണം നടന്നിട്ടുണ്ടോ? കർണാടകയിലും അതുപോലെ തന്നെ തെലങ്കാനയിലും ഹിമാചൽ പ്രദേശിലും അടക്കം അങ്ങനെ പാഠ്യപദ്ധതിയിൽ കടന്നുകയറ്റം ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യം പരിശോധിക്കപ്പെടേണ്ടതാണ്. ഇപ്പോൾ തന്നെ നമ്മുടെ സംസ്ഥാനത്തെ തന്നെ 30% സ്കൂളുകൾ കേന്ദ്ര സിലബസിലുള്ള സ്കൂളുകളാണ്. കേന്ദ്ര സിലബസിലുള്ള സ്കൂളുകൾ ഫോളോ ചെയ്യുന്നത് NEP തന്നെയാണ്, NEP ചട്ടക്കൂട് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ കേരളത്തിലെ 30% കേന്ദ്ര സ്കൂളുകളിൽ ഇപ്പോൾ പഠിപ്പിക്കുന്നത് ഗാന്ധിജിക്കും നെഹ്റുവിനും പകരം ഹെഡ്ഗേവാറിനെയും സവർക്കറിനെയും ആണോ? നമുക്ക് തന്നെ പരിശോധിക്കാൻ കഴിയുന്ന കാര്യമാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു ഓഡിറ്റിങ്ങിന് വിധേയമാവട്ടെ എന്ന് വിചാരിക്കാം. ശ്രീ ജേക്കബ് ജോർജ്, ഇപ്പോൾ CPM-നെയും CPI-യെയും സംബന്ധിച്ച് പറയുന്ന കാര്യങ്ങളിൽ അടുത്ത ദിവസങ്ങൾ വളരെ വളരെ നിർണായകമാണെന്ന് നമ്മൾ പറയുമ്പോൾ തന്നെയും CPIക്ക് അവരുടെ പാർട്ടിയുടെ അണികളെ തൃപ്തിപ്പെടുത്തുക, ഇൻസൾട്ടിന് ഒരു മരുന്നുണ്ടാവണം എന്ന കാര്യത്തിൽ നിർബന്ധം പിടിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോഴും ഇനിയിപ്പോൾ CPI-യെ സംബന്ധിച്ച് ഇപ്പോൾ നേരത്തെ ജിൻഡോ ജോൺ പറഞ്ഞു, 2 മുഖ്യമന്ത്രിമാരെ C അച്യുതമേനോനെയും PK വാസുദേവൻ നായരെയും അവർ പിന്തുണച്ച കാര്യം ശരിയാണ്. CPI കേരളത്തിൽ മുഖ്യമന്ത്രി ആയി ഭരിച്ചിരുന്ന കാലത്തൊക്കെ കോൺഗ്രസിന്റെ സഹായമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ CPM-ഉമായിട്ട് ടസ്സിൽ ചെയ്യാനുള്ള ഒരു രാഷ്ട്രീയ ആരോഗ്യം CPM-നും CPI-ക്കും ഇപ്പോൾ ഉണ്ടോ? മുമ്പ് കാനം രാജേന്ദ്രൻ CPM അനുകൂല നിലപാടെടുക്കുന്നു എന്ന് വിമർശിച്ചപ്പോൾ അദ്ദേഹം തിരിച്ചു പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ഈ രാജ്യത്ത് ആകെ ഭരണമുള്ളത് ഈ സംസ്ഥാനത്താണ്, കേരളത്തിലാണ്. ഇനി ഞങ്ങൾ ഇവിടെ തമ്മിലടിച്ച് ഇതും കൂടി അങ്ങ് കളഞ്ഞാൽ സമാധാനമാവുമോ? അതാണോ വേണ്ടതെന്ന് അന്തരിച്ച കാനൻ രാജേന്ദ്രൻ ചോദിച്ചു. അപ്പോൾ ആ ഒരു സെനാരിയോ കൂടി ചിലപ്പോൾ നാളെ മറ്റന്നാളൊക്കെ ആലോചിക്കുമ്പോൾ CPI-ക്ക് തോന്നാൻ വഴിയുണ്ടോ? അതെ, കാനം അന്ന് ഉന്നയിച്ച ചോദ്യം ഇന്നും പ്രസക്തമാണ്. CPI-യെ സംബന്ധിച്ചിടത്തോളം ഈ ഭരണമില്ലെങ്കിൽ CPI കേരളത്തിൽ, മറ്റ് സംസ്ഥാനങ്ങളിൽ, ഇന്ത്യ മഹാരാജ്യത്ത് എന്ത് ചെയ്യും? ഇനി എത്ര കാലം തപസ്സിരുന്നാലാണ് ഭരണം കിട്ടുക? ഒരു വലിയ വിഷയമാണ്. ഇപ്പം
ശരിക്കും മോഹൻ വർഗീസ് പറഞ്ഞതുപോലെ NEP അഭിലാഷയെ കേരളത്തിൽ എത്രയോ വർഷമായി 2000 ആണ്ടിലാണ് NEP നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നത്. അത് കേരളത്തിൽ എത്രയും നടപ്പിലാക്കി. 4 വർഷ ബിരുദമായി കഴിഞ്ഞു. BA BSc BCom എല്ലാം 4 വർഷമായി. അവർ സ്കിൽ സാധ്യതകളാണ് പഠിക്കേണ്ടത്. പിള്ളേർ അധികം വരുന്ന ഒരു വർഷം അധികം വരുന്ന സമയത്തൊക്കെ സ്കില്ല് പഠിക്കണം. ആ സ്കില്ലുകൾക്കെല്ലാം നൈപുണ്യം അതിനെല്ലാം കേന്ദ്രത്തിൽ ആ ഒരു ബാങ്കിൽ ക്രെഡിറ്റ് കിട്ടും. ആ ക്രെഡിറ്റ് അനുസരിച്ച് വേണം അവരുടെ പിന്നീടുള്ള വിദ്യാഭ്യാസമൊക്കെ നിർണ്ണയിക്കാൻ. ആ തരത്തിലേക്ക് വിദ്യാഭ്യാസ രംഗം മാറിക്കഴിഞ്ഞു. നമ്മൾ ആരും ഒരു എതിർപ്പും പറഞ്ഞിട്ടില്ല. നേരത്തെ അഭിലാഷ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഇന്ന് മാതൃഭൂമി വലിയ ബ്രേക്കിംഗ് ന്യൂസായിട്ട് കാണിച്ചതുപോലെ അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അഗ്രികൾച്ചർ കോളേജിൽ പിന്നെ ഹയർ എഡ്യൂക്കേഷൻ വകുപ്പിൽ ഇവിടെ എല്ലാം PM ശ്രീ പോലെ സമാനമായ പദ്ധതികൾ നടപ്പിലായി കഴിഞ്ഞു. ഒരു മന്ത്രിസഭയിലും ചർച്ചയായില്ല, ഒരു രാഷ്ട്രീയ തലത്തിലും ചർച്ചയായില്ല. അതൊന്നും നമ്മൾ ഓർക്കണം. CPIയുടെ വകുപ്പിൽ തന്നെയാണ് ഈ പറഞ്ഞ കാർഷിക സർവകലാശാല. അതിൻ്റെ വൈസ് ചാൻസലർ കൃഷി മന്ത്രിയാണ്, പ്രോ വൈസ് ചാൻസലർ. എന്നിട്ടും അവിടെ നടപ്പിലാക്കി. അതിനെക്കുറിച്ച് ഞാനിന്ന് മാതൃഭൂമിക്കാരോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇതുവരെയും വൈകുന്നേരം വരെയും CPI ഒന്നും മിണ്ടിയിട്ടില്ല എന്നാണ്. എന്നാൽ ഇടയ്ക്ക് നാളെ ഉത്തരം പറയുമായിരിക്കും, അവർക്കൊരു സമാധാനം കാണുമായിരിക്കും. എങ്കിലും നിർണായകമാണ് ഈ മണിക്കൂറുകൾ. തീർച്ചയായിട്ടും അണിയറയിൽ എന്തൊക്കെയോ ആലോചനകൾ നടക്കുന്നുണ്ടാവും. പക്ഷേ CPIക്ക് മുന്നിൽ വേറൊരു വഴിയില്ല. ജിൻഡോ ജോണിൻ്റെ വർത്തമാനം കേട്ടില്ലേ? നിങ്ങളെ ഇങ്ങോട്ട് വിളിക്കുന്നൊന്നുമില്ല എന്ന്. ജിൻഡോ ജോൺ ഒരു ഹൈ ലെവൽ നേതാവ് അല്ല എങ്കിലും അദ്ദേഹത്തിൻ്റെ കോൺഗ്രസിൻ്റെ പ്രതിനിധിയായിട്ടാണ് അവിടെ വന്നിരിക്കുന്നത്. കോൺഗ്രസിൻ്റെ ശബ്ദം എന്ന് പറയുന്നത് ഇന്ന് ജിൻഡോയുടെ ശബ്ദമാണ്. ആ ജിൻഡോ ആണ് പറയുന്നത് CPI ഞങ്ങളിങ്ങോട്ട് ക്ഷണിച്ചില്ലല്ലോ, എന്തിനാ അതേക്കുറിച്ച് ചിന്തിക്കുന്നതെന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. കാരണം അദ്ദേഹം ഉൾപ്പെടെയുള്ളവരുടെ സീറ്റുകൾ നിർണ്ണയിക്കുന്ന ഘട്ടം വരികയാണ്. ആലോചനകൾ നടക്കാൻ പോകുന്നു, അവിടെയൊക്കെ പ്രശ്നമാകും. അതുകൊണ്ട് CPIക്ക് ഏറ്റവും നല്ലത് ഇത്തിരി മുഖം നഷ്ടപ്പെടേണ്ടി വരും. അണികളോട് സമാധാനം പറയേണ്ടി വരും. ഇപ്പം തന്നെ അണികൾക്കിടയിൽ പല പ്രശ്നങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളുമുണ്ട്. അണികളോട് സമാധാനം പറയുക, അവർക്ക് മുന്നിൽ ഉത്തരം പറയുക എന്നുള്ളത് CPI നേതൃത്വത്തിൽ വലിയ വെല്ലുവിളിയായിരിക്കും. രാഷ്ട്രീയമായിട്ടൊരു കാര്യമെടുക്കുമ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടി, ഒരു രാഷ്ട്രീയ നേതൃത്വം ഒരു തീരുമാനമെടുക്കുമ്പോൾ അവധാനതയോടെ ശരിയാവണ്ണം ചിന്തിച്ച് ആലോചിച്ച് ബെരുംബരായികൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം തീരുമാനമെടുക്കാൻ. ഇതങ്ങനെ അല്ല, എടുത്ത് ഒരു തീരുമാനമാണ് എന്ന് ഞാൻ കരുതുന്നു. തീർച്ചയായിട്ടും അതിൻ്റെ അപകടങ്ങൾ ഉണ്ടാവും എന്നതാണ് എനിക്ക് തരാനുള്ള മുന്നറിയിപ്പ്. ശരി, നോക്കാം നമുക്ക് എന്തായാലും നാളെ എന്ത് സംഭവിക്കുന്നത്. നാളെയാണ് മന്ത്രിസഭാ യോഗം ചേരേണ്ടത്. മന്ത്രിസഭാ യോഗം വൈകുന്നേരമാണ് ചേരുക, ഉച്ചയ്ക്ക് ശേഷമാണ് ചേരുക. ഉച്ചയോടുകൂടി ഒരു സമവായ ഫോർമുല ഉണ്ടാകുമോ? CPI മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കില്ല എന്ന് പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ളത് കാണണം. ബിനോയ് വിശ്വത്തോട് ആവർത്തിച്ച് നിങ്ങൾ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കില്ല എന്ന് തീരുമാനിച്ചോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അതിലൊന്നും ഇപ്പോൾ പറയാനില്ല എന്നാണ് പറഞ്ഞത് ഇന്നലെ ആലപ്പുഴയിൽ വെച്ച്. അതുകൊണ്ട് ഇതുവരെ CPI അങ്ങനെ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടില്ല. സോ ചർച്ചയ്ക്കുള്ള സ്പേസ് ഇനിയുണ്ട്. നോക്കാം നമുക്ക് നാളെ എന്ത് സംഭവിക്കുന്നു. ഇപ്പോൾ ഒരു ഇടവേളയ്ക്ക് ശേഷം മറ്റു വിഷയങ്ങൾ. ചർച്ച അവസാന ഘട്ടത്തിലാണ്. ശ്രീ മനുപ്രസാദ്, ഈ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുക എന്നുള്ള ഒരു കല കൂടി ഉണ്ടല്ലോ. അപ്പോൾ ഈ സംഭവം ഉണ്ടായപ്പോൾ തന്നെ എന്ത് ചെയ്തു? ABVP വിദ്യാഭ്യാസ മന്ത്രിക്ക് അനുകൂലമായി പ്രകടനം നടത്തുന്നു. ABVP നേതാക്കൾ വിദ്യാഭ്യാസ മന്ത്രിയെ പോയി കണ്ട് അഭിവാദ്യം അർപ്പിക്കുന്നു. നിങ്ങളുടെ നേതാക്കൾ ഞങ്ങൾ ഇനി ഹെഡ്ഗേവാറിനെ പഠിപ്പിക്കാൻ പോവുകയാണെന്ന് പ്രഖ്യാപിക്കുന്നു. നേരത്തെ മനുപ്രസാദ് തന്നെ പറഞ്ഞു കരിക്കുലം തീരുമാനിക്കുന്നതും പാഠപുസ്തകങ്ങൾ തീരുമാനിക്കുന്നതും ഒക്കെ സംസ്ഥാന ബോർഡുകൾ തന്നെയാണെന്ന് നേരത്തെ മനുപ്രസാദ് തന്നെ പറഞ്ഞു എന്ന് മാത്രമല്ല കേന്ദ്ര വിദ്യാഭ്യാസ സെക്രട്ടറി അത് പറഞ്ഞിട്ടുണ്ട്. NEP പ്രഖ്യാപിച്ചതിന് ശേഷം അനൗൺസ് ചെയ്ത 2020 ശേഷം പാഠപുസ്തക പരിഷ്കരണം നടപ്പാക്കിയ പുസ്തകങ്ങളൊക്കെ അച്ചടിച്ച് വിതരണം ചെയ്തിട്ടുള്ള എല്ലാ ക്ലാസ്സുകളിലേക്കും വിതരണം ചെയ്തിട്ടുള്ള സംസ്ഥാനമാണ് കേരളം. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയാണെങ്കിലും കുറേ അങ്ങോട്ട് രാഷ്ട്രീയമായി കലക്കവെള്ളം ഉണ്ടാക്കുക, അതിൽ മീൻ പിടിക്കുക എന്നുള്ളത് നടത്തുന്നതുകൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ ഇത്രയും വഷളാവുന്നത് പ്രശ്നങ്ങൾ. അങ്ങനെയൊന്നുമല്ല. കേരളത്തിൽ സ്വാഭാവികമായിട്ടും എല്ലാ ഗുണകരമായ പദ്ധതികളും വരുമ്പോൾ അതിലെല്ലാം ചർച്ച മാറ്റി ഇത്തരത്തിൽ കൊണ്ടുപോകുക എന്നുള്ളത് ഒരു പരിശ്രമം ഇരു മുന്നണികളും നന്നായി നടത്തുന്നു എന്നുള്ളതാണ്. ABVPയെ സംബന്ധിച്ചിടത്തോളം അവർ വിദ്യാർത്ഥി വിഷയത്തിൽ നിൽക്കുന്ന ഒരു സംഘടനയാണ്. ABVP ആ തരത്തിൽ പ്രവർത്തിക്കുന്നവരാണ്. അവരാണ് ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ സമരം നടത്തിയത്, തല്ലുകൊണ്ട് ജയിലിൽ പോയത്. സ്വാഭാവികമായിട്ടും അവർക്ക് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാകുമ്പോൾ, കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാകുമ്പോൾ ആ തീരുമാനത്തിന് അനുകൂലമായ സമീപനം സ്വീകരിക്കുക എന്നുള്ളത് അതിൽ അവർ രാഷ്ട്രീയം കണ്ടില്ല എന്നുള്ളതായിരിക്കാം. ഇവരൊക്കെയാണെങ്കിൽ രാഷ്ട്രീയം മാത്രമാണ് ഇവർ മുന്നോട്ട് പോകാൻ
ജീവിക്കാൻ, വച്ചുപൊറുപ്പിക്കാൻ മുന്നോട്ട് പോകുന്നത്. രാഷ്ട്രീയത്തിനപ്പുറം കേരളത്തിൻ്റെ വികസനത്തെക്കുറിച്ച്, ഡെവലപ്മെൻറ്റിനെക്കുറിച്ച്, വിദ്യാഭ്യാസത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്ന ഒരു വിഭാഗം ഈ കേരളത്തിലുണ്ട്. അതിൻ്റെ ഉദാഹരണമായി അതിനെ കണ്ടാൽ മതി. സാധാരണഗതിയിൽ അങ്ങനെ കാണില്ല എന്നുള്ളത് കൊണ്ട് ഒരു അത്ഭുതമായി തോന്നുന്നതായിരിക്കും. ഞങ്ങളെക്കുറിച്ച് പറയാനുള്ളത്, ഇത്ര കാലതാമസം വരുത്തി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്ര നല്ലൊരു പദ്ധതിയാണ് എന്ന് സർക്കാരിന് ബോധ്യമുണ്ടായിട്ടും എന്തിനു വേണ്ടി, എന്ത് രാഷ്ട്രീയ നാടകത്തിൻ്റെ പേരിൽ ഇത് കാലതാമസം വരുത്തി? രണ്ട്, കോൺഗ്രസിൻ്റെ ബഹുമാനപ്പെട്ട പ്രതിനിധിയുടെ ചില സംശയങ്ങളാണ്. നരേന്ദ്രമോദിജിയുടെ സെൽഫി എടുക്കാൻ വേണ്ടി ഒരു സാധനം ഉണ്ടാക്കേണ്ടതുണ്ട്. എന്തുമാത്രം ബാലിശമായ, നിരുത്തരവാദമായ, വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളാണ് ഇവിടെ പടച്ചുവിടാനുള്ള പ്രചരണങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം നൽകിയത്. കേരളത്തിലും ഇന്ത്യയിലും നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി, ജവഹർലാൽ നെഹ്റുവിൻ്റെ പേരിൽ, ഇന്ദിരാഗാന്ധി യൂണിവേഴ്സിറ്റി, ഇന്ദിരാഗാന്ധിയുടെ പേരിൽ, ഇന്ത്യയിലുള്ള കോൺഗ്രസ് നേതാക്കളുടെ പേരിൽ മാത്രം നിലനിൽക്കുന്ന എത്രയെത്ര പദ്ധതികൾ ഇന്ന് രാജ്യത്ത് നിലനിൽക്കുന്നു. പ്രധാനമന്ത്രി PM ശ്രീ പദ്ധതി എന്ന് പറയുന്നത് നരേന്ദ്രമോദിജിയുടെ പേരിലുള്ള പദ്ധതിയല്ല, പ്രധാനമന്ത്രിയുടെ പേരിലുള്ള പദ്ധതിയാണ്. ഇനി ഒരു കാലഘട്ടത്തിലും കോൺഗ്രസിൻ്റെതായ ഒരു പ്രധാനമന്ത്രി ഉണ്ടാകില്ല എന്നുള്ള ബോധ്യത്തിൽ നിന്ന് ഇത്തരത്തിൽ പറയുന്നതിനെ ഞങ്ങൾ അത്ഭുതത്തോട് കാണുന്നില്ല. പക്ഷേ ഇതെല്ലാം നരേന്ദ്രമോദിജിയുടെ പേരാണ് എന്ന് പറഞ്ഞിട്ട് എതിർക്കാൻ നിൽക്കുന്ന ഒരു തെറ്റായ പ്രചരണങ്ങൾക്ക് ഇവർ നേതൃത്വം കൊടുക്കുകയാണ്. രണ്ട്, ഇവർ മുന്നണി രാഷ്ട്രീയത്തെക്കുറിച്ച് പറഞ്ഞു. ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഒരു മുന്നണി ഉണ്ടാക്കി ഒരേപോലെ മത്സരിച്ച് CPIക്ക് പാർലമെന്റിലും അതുപോലെ തന്നെ പല നിയമസഭകളിലും അംഗങ്ങളെ ഉണ്ടാക്കി കൊടുക്കാൻ പരിശ്രമിക്കുന്നവർ. ഒറ്റ ചോദ്യം കൂടി ചോദിക്കാം. ഈ കാവ്യവൽക്കരണത്തെക്കുറിച്ച് വല്ലാതെ ഭയപ്പെടുന്നവർ എന്തേ രാജസ്ഥാനിലെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയും അവിടുത്തെ മന്ത്രിസഭയും PM ശ്രീ പദ്ധതിക്ക് ഒപ്പുവെക്കുമ്പോൾ KC വേണുഗോപാലിന്റെ നാവൊന്ന് പൊന്താതെ പോയത്? അവിടുത്തെ കുട്ടികൾക്ക് ഇത് അവകാശങ്ങൾ കിട്ടിക്കൊട്ടെ, കേരളത്തിലെ കുട്ടികളൊന്നും ലഭ്യമാക്കണ്ട എന്ന മാനസികാവസ്ഥയുണ്ടല്ലോ. ഈ മാനസികാവസ്ഥ കേരളത്തിലെ ജനങ്ങൾ തള്ളിക്കളയുന്നത് ഉടനെ തന്നെ കാണേണ്ടി വരും. ശബരിമലയിൽ നിങ്ങൾ ഉൾപ്പെടെയുള്ളവർ പ്രതിസ്ഥാനത്ത് നിൽക്കുമ്പോൾ നിങ്ങളെ ഉൾപ്പെടെ രക്ഷിക്കാൻ ഈ ചർച്ച മാറ്റാനുള്ള പരിശ്രമം. ഷിജിന്റെ മറുപടി, കോൺഗ്രസ് സർക്കാരുകൾ കോൺഗ്രസ് ഭരിക്കുന്ന ഇടങ്ങളിലൊക്കെ നടപ്പാക്കുന്ന പദ്ധതിയാണ്. ഓക്കെ, ആ പദ്ധതിയിൽ അങ്ങനെ അവിടെയൊക്കെ പാഠ്യപദ്ധതി സംഘപരിവാർ വൽക്കരിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് പരിശോധിക്കാമല്ലോ. രാജസ്ഥാനിൽ കോൺഗ്രസ് ഭരിച്ചപ്പോഴാണ് ഒപ്പിട്ടത്. ഇപ്പോൾ കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിലും തെലങ്കാനയിലും ഒക്കെ കാവ്യവൽക്കരിക്കപ്പെട്ട പാഠ്യപദ്ധതിയാണോ കുട്ടികൾ പഠിക്കുന്നത്? അവരൊക്കെ ഇത് നടപ്പാക്കുകയാണ്. അതുകൊണ്ടാണ്. അഭിലാഷ്, ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പേ ആദ്യം ഈ ജേക്കബ് ജോർജ് സാർ കേട്ടതിലൊരു കുഴപ്പമുണ്ട്. ഞാൻ CPIക്കാരോട് വരണ്ടെന്നല്ല പറഞ്ഞ്, ഇപ്പോഴും പിണറായി വിജയൻ്റെ മുന്നണിയിൽ നിൽക്കുന്ന, അവരെ പിന്തുണയ്ക്കുന്ന മന്ത്രിസഭയുടെ അംഗങ്ങളായിട്ടുള്ള CPIക്ക് രണ്ടാം സ്ഥാനം കൊടുക്കാമെന്ന് പറഞ്ഞ് വിളിക്കേണ്ട സാഹചര്യം നിലവിൽ കോൺഗ്രസിന് UDFനും ഇല്ല. അവർ വന്നാൽ അപ്പോൾ ആ കാര്യം പരിശോധിക്കും. അതാണല്ലോ രാഷ്ട്രീയം. അല്ലാതെ അവിടെ പിന്തുണച്ച് നിൽക്കുന്നവർക്ക് രണ്ടാം സ്ഥാനം കൊടുക്കാം എന്ന് പറഞ്ഞ് വിളിച്ചു കൊണ്ടുവരുന്നത് ഒരു രാഷ്ട്രീയ മര്യാദയല്ലല്ലോ. ഇനി എനിക്കൊരു ചോദ്യം വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ്. ഇത് നല്ല പദ്ധതിയാണെന്നാണല്ലോ താങ്കൾ ഉൾപ്പെടെ പറയുന്നത്. നല്ലതായിരുന്നെങ്കിൽ എന്തുകൊണ്ടാണ് മന്ത്രിമാരോട് മറച്ചുവെച്ച്, സ്വന്തം പാർട്ടിയോട് മറച്ചുവെച്ച്, മുന്നണിയിൽ മറച്ചുവെച്ച് കൊണ്ടുവന്നത്? നല്ലത് പരസ്യമായിട്ടല്ല കൊണ്ടുവരേണ്ടത്. 16-ാം തീയതി ധാരണാപത്രം ഉണ്ടാക്കിയിട്ട് 22-ാം തീയതി മന്ത്രിസഭാ യോഗത്തിൽ മറച്ചുവെച്ച് എന്തിനാണ്? നല്ലതാണെങ്കിൽ 3 വർഷക്കാലം വൈകിയത് നല്ലത് നേരത്തെ നടത്തേണ്ടതല്ലേ? ഇനി അടുത്തത്, ഈ പറഞ്ഞ ചോദ്യങ്ങളൊക്കെ എന്നോട് ചോദിക്കുന്നതിന് മുമ്പ് CPIയോട് പറയണ്ടേ? ഇത്രയും നല്ല പദ്ധതി അവർക്ക് ഇതുവരെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതിനൊരു കുഴപ്പമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കണമല്ലോ. ഇനി നല്ലതാണെങ്കിൽ ഒപ്പിട്ട് കാശ് വാങ്ങിയതിന് ശേഷം പദ്ധതി നടപ്പാക്കില്ലെന്ന് എന്തിനാ വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത്? ഇത്രയും നല്ല മഹത്തായ പദ്ധതിയാണ്. അമേരിക്കയെ കവച്ചു വെക്കുന്ന കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ ഇനിയും നിലവാരം ഉയർത്താൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്ന നല്ല പദ്ധതിയാണെങ്കിൽ പിന്നെ എന്തിനാണ് ഒപ്പിട്ട് കാശ് വാങ്ങിയിട്ട് പദ്ധതി നടപ്പാക്കില്ലെന്ന് പറഞ്ഞ് പറ്റിക്കുന്നത്? ഇതിന് അടവ് നയമെന്നാണ് CPMകാർ പറയുന്നത്. അതായത് കാശ് വാങ്ങി മറ്റുള്ളവരെ പറ്റിക്കുന്നതാണ് അടവ് നയമെന്ന്. നരേന്ദ്രമോദി ഈ രാജ്യത്തെ മുഴുവൻ കൊള്ളയടിച്ച് പറ്റിക്കുന്നുണ്ട്. അപ്പൊ നരേന്ദ്രമോദിയെ പറ്റിക്കാൻ പറ്റുമെന്നുള്ള റിസർച്ചാണ് ഇവിടെ നടക്കുന്നത്. ഇനി അതിനപ്പുറത്ത് രാജീവ് ഗാന്ധി പറഞ്ഞതുപോലെ 1 രൂപ കൊടുക്കുമ്പോൾ 50 പൈസ രാമക്ഷേത്രം ഹിന്ദുക്കളുടെയും ആത്മാഭിമാനബോധത്തെ അഴിമതിയിൽ കുളിപ്പിച്ച് അടിച്ചുമാറ്റിക്കൊണ്ടുപോയി അവിടുത്തെ ഭൂമി കുംഭകോണം നടത്തിയ ആളെ ഇന്നത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് BJP അഴിമതിയെക്കുറിച്ച് ഒരുപാട് പറയില്ലേ? ഈ രാജ്യത്തെ സകല മനുഷ്യരെയും പെട്രോളിയം നികുതി വിഹിതങ്ങളുടെ കൊള്ളയടിച്ചു കൊണ്ടുപോയി, നോട്ട് നിരോധനത്തിലൂടെ കൊള്ളയടിച്ചു കൊണ്ടുപോയി. വളരെ നന്ദി, 4 പേർക്കും വളരെ നന്ദി. സൂപ്പർ പ്രൈം ടൈം അവസാനിച്ചു. നമസ്കാരം.